എനിക്ക് ചോദിക്കാനുള്ളത്, നീയൊക്കെ ആരെയാടാ പേടിപ്പിക്കണത്? നീയൊക്കെ ആരെയാടാ കുറ്റം പറയണത്? ഇതെന്താണ്? എനിക്ക് ആദ്യം ഞാൻ ഈ കാസ്റ്റിങ്ങിൻ്റെ ക്രിസ്റ്റഫർ നോളൻ ഒഡീസി എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നുണ്ട്. ഒഡീസി എന്ന് പറഞ്ഞാൽ അത് എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥയാണ്, നമ്മുടെയൊക്കെ രാമായണം പോലത്തെ കഥയാണ്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ പുതിയ കഥയോ ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കഥ. ഇതിനെക്കുറിച്ച് തന്നെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രോയ് ഇറങ്ങിയിട്ടുണ്ട്. അത് 2004 എന്തോ ഇറങ്ങിയത്. അതല്ലാണ്ട് വേറൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് റാൽഫ് ഫീൻസിൻ്റെ ഒഡീസിയസ് ആയിട്ട്. ഇതേപോലെ 2024 ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. സെയിം കഥ, പക്ഷെ എവിടെ തൊട്ടുള്ളൂ, ഈ ഇത്തക്കയിലേക്ക് മടങ്ങി എത്തിയില്ലേ, ഒരു ബെഗറിനെ പോലെ വേഷമൊക്കെ കിട്ടിയിട്ട് മടങ്ങി എത്തിയ ആ ഒരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ, അവിടെ തൊട്ട് പിന്നീട് അങ്ങോട്ട്, അതായത് മറ്റേ വില്ല് വളയ്ക്കണ വരെ ആ ഒരു സംഭവം വരെ ഉള്ള ഇൻസിഡൻസിനെ മാത്രം ബേസ് ചെയ്തിട്ട് റാൽഫ് ഫീൻസ് അഭിനയിക്കുന്ന ഒരു കംപ്ലീറ്റ് മൂവി ഉണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ സിനിമയും ഇത് മറ്റേ ഇങ്ങനത്തെ മിത്തോളജിക്കൽ സാധനമാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ എല്ലാവർക്കും അറിയാം. അതായത് ഇതിപ്പോൾ കുറേ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാമായണം ഇത് മറ്റേ രാമായണമല്ലേ എന്ന് നമുക്ക് തോന്നും. അതുപോലെ വേറെ കുറേ എടുത്ത മഹാഭാരതത്തിലുള്ള വേറെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഈ എല്ലാ മിത്തോളജിക്കൽ പരിപാടികളും കുറേയൊക്കെ ഇവരാദ്യം എഴുതി എന്ന് പറയും, പിന്നെ അവരെഴുതി എന്ന് പറയും. നോക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരേപോലെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇവർ തമ്മിൽ അടിയാവും. ഞാനാണ് ആദ്യം എഴുതിയത്, ഞങ്ങളാണ് ആദ്യം എഴുതിയെന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ അടിയായിക്കോളും. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ എവറിത്തിങ് ഹാസ് സം കോമൺ തിങ്സ് ആൻഡ് കോമൺ സ്റ്റോറി ലൈൻസ്. കാരണം ഇവരുടെ പ്ലോട്ടൊക്കെ ഏകദേശം സെയിം ആയിരിക്കും കുറേയൊക്കെ. ഇപ്പോൾ സിയൂസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, സിയൂസ് വേറൊരു ആളുടെ രൂപം എടുത്തിട്ട് അല്ലെങ്കിൽ അരയന്നോ ആയിട്ട് ഒരു പെണ്ണിനെ ഒന്ന് വളയ്ക്കാൻ വേണ്ടി വരും, സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഭൂമിയിൽ ഭംഗിയുള്ളൊരു സ്ത്രീ ഉണ്ട്, അവനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ രൂപം എടുത്തിട്ട് വരും. അരയന്നോ ആയിട്ട് വരുന്നുണ്ട്, ചെറിയൊരു പക്ഷി, ഒരു കിളിയായിട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു ബുള്ളായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ വരുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയിൽ ആരാണ്? മറ്റേ ഇന്ദ്രനല്ലേ? എനിക്ക് ഈ മിത്തോളജി അത്ര വലിയ പരിചയമില്ല. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇന്ദ്രൻ അല്ലേ മറ്റേ ഏതൊരു പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു ആളുടെ രൂപത്തിൽ വരുന്നത്, ഒരു മഹർഷിൻ്റെ രൂപത്തിൽ. മഹർഷി വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഇയാൾ ആ മഹർഷിൻ്റെ രൂപത്തിൽ അവിടുന്ന് ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു കഥയൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറേ അപ്പോൾ കണ്ടോ സിമിലാരിറ്റീസ്. ഇപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് എനിക്കൊന്നും അറിയില്ല, എന്നിട്ട് പോലും നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ഇത് പറ്റിയതല്ലേ എന്ന് നമുക്ക് അത്രേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കോമൺ നോളജ് ഉള്ള അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ഒഡീസി എന്ന് പറയുന്നത്. ഇതിനെ ക്രിസ്റ്റഫർ നോളൻ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യുമല്ലോ എന്ന് എല്ലാവർക്കും ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ കാസ്റ്റിംഗ് ആക്ച്വലി ഇറ്റ് വാസ് എ ഡിസ്ട്രാക്ഷൻ. എനിക്കിപ്പോൾ തോന്നുന്നത് അങ്ങനെ. കാരണം ഒരു മേജർ റീസൺ എന്താ, അതായത് ഗ്രീക്കുകാരായിട്ട് ഈ സിനിമയിൽ ആരുമില്ല. ഓക്കെ, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഗ്രീക്കിലെ കഥയാണ്. ഗ്രീക്കുകാർ പറഞ്ഞാൽ ഈ വൈറ്റ്സ് അല്ല, യൂറോപ്യൻ വൈറ്റ്സ് അല്ല ഗ്രീക്കിലുള്ള ശരിക്കുള്ള ആൾക്കാർ. ഓക്കെ, അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തല്ലോ. പിന്നെ ഈ ബ്ലാക്ക് ആയിട്ടുള്ള ആക്ട്രസിനെ ഹെലൻ ഓഫ് ട്രോയ്, അതായത് എന്താണ് വുമൻ ഹൂ സ്റ്റാർട്ടഡ് 1000 ഷിപ്സ് എന്നോ അങ്ങനെ എന്തോ പണ്ട് പറയുമല്ലോ. അതായത് വലിയൊരു യുദ്ധം, 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടത്താനുള്ള കാരണമേ ഈ ഹെലൻ ഓഫ് ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീയാണ്. അപ്പം അവരിനെ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, അതുകൊണ്ടാണല്ലോ ഈ കപ്പലൊക്കെ എടുത്തിട്ട് പോകുന്നത് യുദ്ധത്തിന്. അപ്പം അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ പീപ്പിൾ ആർ എക്സ്പെക്ടിങ് ലൈക്ക് ഈവൻ ഇഫ് ഷീ ഈസ് എ ബ്ലാക്ക് ആക്ട്രസ് ഷീ ഷുഡ് ബി ലൈക്ക് ഭയങ്കര ഒരു ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ സബ്ജക്റ്റീവാണ്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പോൾ ആക്ച്വലി സെൻഡേയായ കൂടെ പ്രശ്നമില്ല. അത് സംഭവം മനസ്സിലായില്ല. അതിൻ്റെ ബാക്ക്ലാഷും കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ അത് കേൾക്കേണ്ടതായിരുന്നു. അത് ആരാണ് ഈ കാസ്റ്റിംഗ് ഡിസിഷൻ എടുത്തതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം അതൊരു അനാവശ്യമായിട്ടുള്ളൊരു സംഭവമായിരുന്നു.
മനസ്സിലായില്ല. അതായത് ഈ സിനിമയായിട്ട് അതിന് ഒരു ബന്ധമില്ല. 3 മിനിറ്റ് 2 മിനിറ്റ് എന്തോ ഉള്ളൂ. ഹെലൻ ഓഫ് ട്രോയ്ക്ക് സീനേ ഇല്ല. അവരുടെ ഒരു ഇരട്ട സഹോദരി എന്ന് പറഞ്ഞാൽ അവർക്കാണ് പിന്നെയും സീന്. നിങ്ങളത് ആലോചിക്കണം. അപ്പം എന്താണിത്? ഫോർ ദ സേക്ക് ഓഫ് റേജ് ബെയ്റ്റിംഗ് ആണോ ആൾക്കാരുടെ? ഈ റൈറ്റ് വിങ് ആൾക്കാരുടെയൊക്കെ റേജ് ബെയ്റ്റ് ചെയ്ത് കുറച്ച് ഇതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. കാരണം ലിറ്ററലി ഈ സിനിമയിലില്ല, ഹെലൻ ഓഫ് ട്രോയ് സിനിമയിലില്ല. പക്ഷെ അവരുടെ പേരും പറഞ്ഞിട്ടൊരു ഭയങ്കര പ്രശ്നം. ഇപ്പോൾ കുറേ പേര് പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് എക്സിൽ, ഇതാണോ ഹെലൻ ഓഫ് ട്രോയ് എന്നൊക്കെ പറഞ്ഞ്. ആക്ച്വലി അത് ഹെലൻ ഓഫ് ട്രോയ് അല്ല. അത് ഹെലൻ ഓഫ് ട്രോയിൻ്റെ ഇരട്ട സഹോദരി എന്ന് പറഞ്ഞിട്ടുള്ള ട്വിൻ സിസ്റ്ററിൻ്റെ സീനാണ് അവർ ആക്ച്വലി പോസ്റ്റ് ചെയ്യുന്നത്. അവർ പിന്നെ മണ്ടന്മാർ അവർ ഈ പൈസ കിട്ടാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്, അത് വിട്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, അപ്പോൾ ഈ കോൺട്രവേഴ്സീൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഒരു റീസണാണ് എല്ലാവരും പറയുന്നത്. അതായത് ഈ ഓസ്കാർ അവാർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങളുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓസ്കാർ അവാർഡ്സ് ഫോർ ബെസ്റ്റ് പിക്ചർ, അതിന് മാത്രമാണ് ഈ ഒരു നോംസ് ഉള്ളത്. ഒരു 3 റൂളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു റൂള് പാലിക്കണം. അതിൽ ഒന്നാമത്തെ റൂള് പറയുന്നത് ഒരു മേജർ ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു മേജർ സഹനടൻ അല്ലെങ്കിൽ സഹനടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അവരോ ഒരു മറ്റേ നമ്മുടെ എന്താ പറയുക ഈ മൈനോറിറ്റിയിലുള്ള ആൾക്കാരായിരിക്കണം. അത് വൈറ്റ്സ് ആവരുത്, ബ്ലാക്ക്സ് ആവും, നമ്മുടെ ഇന്ത്യക്കാരോ ബ്രൗൺസോ ഏഷ്യൻസോ അങ്ങനത്തെ റേസിലുള്ള ആരെങ്കിലും ആയിരിക്കണം. അത് ഒന്നാമത്തെ റൂൾ. അടുത്ത റൂൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 30%. ഓക്കെ, അത് സിനിമേൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതിപ്പോൾ ലൈറ്റ്സ് കൊണ്ടുപോകുന്ന ആൾക്കാരായിക്കോട്ടെ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയാൽ മതി. മനസ്സിലായി? അത് സിനിമയുടെ പിന്നിൽ വർക്ക് ചെയ്യണം. ക്യാമറ അസിസ്റ്റൻസ്, ക്യാമറേൻ്റെ ആൾക്കാർ, സെറ്റ് ഡിസൈൻ്റെ ആൾക്കാർ, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇതിൽ 30% ആൾക്കാർ സ്ത്രീകളായിരിക്കണം, LGBTQ പെട്ട ആൾക്കാരായിരിക്കണം, പിന്നെ അതുപോലെ ഈ മറ്റേ മൈനോറിറ്റി റേസിൽ പെട്ട ആൾക്കാരായിരിക്കണം. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. പിന്നെ മൂന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സിനിമയുടെ കഥ അല്ലെങ്കിൽ സിനിമ പറയുന്ന സബ്ജക്റ്റ്, ഓക്കെ, അത് ഇങ്ങനൊരു ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ മൈനോറിറ്റി ഈ ഒരു സംഭവത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള കഥയായിരിക്കണം. അതായത് മനസ്സിലായില്ലേ? അതായത് ഇനോ മറ്റേ സിറ്റിസൺ വിജിലാൻറ്റ് പോലത്തെ സിനിമയ്ക്കൊന്നും ഓസ്കാർ കിട്ടില്ല. ആ ഒരു സംഭവം മനസ്സിലായ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇത് പിന്നെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഇത് ബെസ്റ്റ് പിക്ചറിന് മാത്രം ഉള്ളതാണ്. ഇത് വേറെ ഒന്നിനും ബാധകമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അപ്പം എൻ്റെ മനസ്സിൽ ആദ്യം ഒരു തോട്ട് വന്നത്, അപ്പോൾ ഓപ്പൺഹൈമർ എന്താണ്? ഓപ്പൺഹൈമറിൽ ഇപ്പോൾ ബ്ലാക്ക് ആക്ട്രസോ അല്ലെങ്കിൽ ബ്ലാക്ക് ആക്ടേഴ്സോ അല്ലെങ്കിൽ വേറെ ഏത് ആക്ടേഴ്സും ഇല്ലല്ലോ. അപ്പോൾ അതെന്താ സംഭവം അല്ലേ? അപ്പോൾ അതെന്താ സംഭവം നോക്കുമ്പോൾ മിക്കവാറും സെക്കൻഡ് ആയിരിക്കും. അത് 30% സിനിമയുടെ പിന്നിലോ സിനിമേൻ്റെ അകത്തോ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനത്തെ കുറച്ച് കാറ്റഗറിയിൽ പെട്ടു. ഇതൊക്കെ ഓസ്കാറിൻ്റെ വെബ്സൈറ്റ്, ഓസ്കാർ അവാർഡ്സിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈസിലി നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്ത് നോക്കാവുന്നത്. അപ്പോൾ അങ്ങനൊരു റീസണിങ് ആണ് പിന്നീട് വന്നത്. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇങ്ങനൊരു എല്ലാവരും റേജ് ബേറ്റ് ചെയ്തത്. എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല. സ്റ്റിൽ ഐ ഹാവൻറ്റ് ഗോട്ട് ആൻ ആൻസർ ഫോർ ദാറ്റ്. സോ അത് ആ വഴിക്ക് പോയി. ഇത് മറ്റേ ലാലേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരും മേക്ക് ബിലീഫാണ്. ആ ഒരു മേക്ക് ബിലീഫ് കറക്റ്റ് വർക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾ ODSCSനെ വേണമെങ്കിൽ നിങ്ങൾ മോർഗൻ ഫ്രീമാനെ കൊണ്ട് അഭിനയിപ്പിച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് ഈ സിനിമ കണ്ടിട്ട്. എന്ത് കാണിക്കണം. ഞാനാണെങ്കിൽ കുറച്ച് അടുത്തുമാണ്. ഞാൻ IMAXിലാണ് കണ്ടത്, ഞാൻ പറയാൻ മറന്നുപോയി. ബ്രോഡ്വേസിലാണ് കണ്ടത്. ലൈക്ക് ഇനി കുറച്ച് കാലം ഉണ്ടാവും ഈ സിനിമ, എന്തായാലും ഒരു മാസം മേലെ ഉണ്ടാവും. കാരണം ഇപ്പം തന്നെ ബുക്കിംഗൊന്നും ഇല്ല. ഫുള്ള് ഒരാഴ്ച വരെയൊക്കെ ബുക്കിംഗ് ഫുള്ളാണ്. പ്രത്യേകിച്ച് ഈ രാത്രിത്തെ ഷോസിനൊക്കെ ഫുൾ ബുക്കിംഗാണ്. പിന്നെ വല്ല രാവിലത്തെ 7 മണി 8 മണി ഷോയിനൊക്കെ പോകേണ്ടി വരും. സോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ യു ഷുഡ് ഗോ വാച്ച്
അത് എനിക്ക് ഈ ടെക്നിക്കൽ പരിപാടിയൊന്നും എന്തൊക്കെയോ അത് പറയും, മറ്റേത് കുറവാണ്, അതാണ് ഇതാണ്, എനിക്കത് അറിയില്ല. ഒന്നാമത്തെ കാര്യം ബ്രോഡ്വേസിൽ ഇറ്റ് വാസ് ലൈക്ക് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. അത് ക്രൗഡും കിഡിലെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഐമാക്സിൽ പോയിട്ടുണ്ട്. ഞാൻ പണ്ട് ബാംഗ്ലൂർ ഫോറം മോളിൽ ആയിരുന്നു, എനിക്ക് തോന്നുന്നു അവിടത്തേക്കാണ് ആദ്യത്തെ ഒരു ഐമാക്സ്. ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ ഐമാക്സ് ഉണ്ടോ എന്നറിയില്ല. ഫോറം മോളിലാണ് പണ്ട് പെപ്സി ഐമാക്സ് എന്ന് പറഞ്ഞിട്ട് നോക്കി ഇങ്ങനെ എഴുതി കാണിക്കും. ആ ഒരു മോളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ആ മോളിൻ്റെ പേരൊക്കെ മാറ്റിയത് തോന്നുന്നു. ഫോറം മോൾ കോറമംഗളിലുള്ള, അപ്പോൾ അവിടെയാണ് ആ ഐമാക്സ് ഉള്ളത്. അപ്പോൾ അവിടെയായിരുന്നു ഞാൻ പണ്ട് പോകല്. ഭയങ്കര ടിക്കറ്റ് റേറ്റൊക്കെയാണ് വന്ന്. അപ്പോൾ നമ്മൾ അന്ന് പോകുമ്പോൾ തൊട്ട് ഈ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, വേണ്ടാത്ത ശബ്ദമൊന്നും ഉണ്ടാക്കില്ല. എത്ര വലിയ സീനാണെങ്കിലും ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ഡ്യൂണിനാണ്. മറ്റേ ലാസ്റ്റ് മറ്റേ 3 വേംസും കൂടി, ഡ്യൂൺ സെക്കൻഡ് 3 വേംസും കൂടി ഇങ്ങനെ മറ്റേ മണ്ണിക്കൂടെ വരുന്നുണ്ടല്ലോ. അപ്പം എല്ലാവരും ആ ഒരു സംഭവമില്ലേ, എല്ലാവരും ഇങ്ങനെ ഒരു മറ്റേ ശ്വാസം വലിക്കുന്ന ആ ഒരു സൗണ്ടില്ലേ, എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഞെട്ടണ പോലത്തെ ആ ഒരു സൗണ്ട് മാത്രമേ യാതൊരു കേട്ടിട്ടുള്ളൂ ഐമാക്സ്. പക്ഷെ ഉണ്ടല്ലോ ഇത് കിട്ടില്ല ക്രൗഡ്. ഞാനൊരു 3 മണി ഷോയ്ക്കാണ് പോയത്. ലൈക്ക് അവസാനത്തെ മറ്റേ വില്ലൊക്കെ വളയ്ക്കുന്ന സീനിലൊക്കെ എല്ലാവരും മറ്റേ ക്ലാപ്പൊക്കെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇതുവരെ കേൾക്കാത്തൊരു സംഭവമായിരുന്നു. നല്ല ക്രൗഡ് ആണ് ബ്രോഡ്വേസിൽ, ഈ ആലമ്പന്മാരൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഒന്നാമത് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ടിക്കറ്റും ഇതൊക്കെ കൊടുത്ത് വരുന്നവർ അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ എന്നാൽ പിന്നെ അങ്ങനെ മറ്റേതുപോലെ പിന്നെ ബലം പിടിച്ചിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരുമല്ല. ഞാൻ പോയത് അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഇറ്റ്സ് വർത്ത് ഇറ്റ്. നല്ല രസമായിരുന്നു. എല്ലാവരും മറ്റേ ലാസ്റ്റൊക്കെ ഫുൾ ക്ലാപ്പിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ അതിനൊക്കെ മെയിൻലി ആ തേർഡ് ആക്ട്, ആ ക്ലൈമാക്സിൻ്റെ സീനുകളുണ്ടല്ലോ. ക്ലൈമാക്സ് സീനിൽ ആ മറ്റേ മുട്ടുകുത്തിയിരിക്കുന്ന ഒഡീസിയസ് ആ ജീവൻ ഉണ്ട് എന്ന് കാണുമ്പോൾ പുള്ളിക്കാരൻ്റെ സപ്പോർട്ടിന് വേണ്ടി മുട്ടുകുത്തിയിരിക്കുന്ന സീനിലൊക്കെ ക്ലാപ്പ് ചെയ്യുമായിരുന്നു. അതായത് അവിടുത്തെ തൊട്ട് പിന്നെ ആൾക്കാർ ഓണായി ആ ഒരു സീനായിരുന്നു. സോ ഇറ്റ്സ് വെരി ഗുഡ്. സോ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ ഇതിനങ്ങനെ റിവ്യൂ ഒന്നും പറയാനൊന്നും ഇല്ല. ഇനി ബാക്കി ഇത് കുറേ പറയാമെന്നല്ലാണ്ട് ഇത് റിവ്യൂ ഒന്നും പറയാനില്ല. വാച്ചിട്ട് അല്ലാണ്ട് വേറെ ഒന്നും പറയാം. നമുക്ക് പറയാനുള്ളത് ഇത് നോവലിനെ കുറിച്ചാണ്. ഞാൻ എപ്പോഴും പറയും, ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞ ആൾ, ഞാൻ അത് വേറെ എവിടേക്കോ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരാൾ, ഈസ് ഹി എ ഗുഡ് മാൻ? അല്ലെങ്കിൽ ഇയാളെക്കുറിച്ച് ഭയങ്കര സിനിമ ഉണ്ടാക്കണം, അതായത് ബോംബ് ഉണ്ടാക്കി, അറ്റോമിക് ബോംബ് ഉണ്ടാക്കി കൊടുത്തു, പക്ഷെ അത് ഇടുന്ന അറിയില്ല. അതൊക്കെ ഏതാ ഈ ചങ്ങായി? വേൾഡ് വാർ സെക്കൻഡ് സമയത്താണ് നടക്കുന്നത്. അവിടെ ഫുള്ള് യുദ്ധം നടക്കുക. ഇയാൾ പറയാ ഞാൻ ബോംബ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഇതിപ്പോൾ നിങ്ങൾ ഇട്ടാൽ അത് എനിക്കറിയില്ല, ഐ ആം ബിക്കം ഡെത്ത് എന്താ ആ ഒരു സാധനമൊക്കെ ഗീതയെന്ന് ഓരോന്നൊക്കെ എടുത്തിട്ട് ഡയലോഗ് വേറെ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ശരിക്കും ആലോചിച്ച് നോക്ക്, ഒരു സയൻറ്റിസ്റ്റ് ഇത്ര വിവരമുള്ള പൊട്ടാനെ പോയപ്പോൾ ഞാനോ വേറെ വല്ല പൊട്ടന്മാരൊക്കെ ആണെങ്കിൽ ഇപ്പം ബോംബ് ഉണ്ടാക്കിയ അപ്പം പോട്ടെ, എന്നിട്ട് വേണം നമുക്ക് ബോംബ് ഇടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ പറ്റിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇത് ഒരു സയൻറ്റിസ്റ്റാണ്, ഹീ നോസ് ദ ബോൾ. ഓക്കെ, എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. അയാൾ ബോംബ് ഉണ്ടാക്കി കൊടുത്തിട്ട്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബോംബ് ഉണ്ടാക്കി കൊടുത്തിട്ട് അമേരിക്കക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട്, എന്തിന്? സമാധാനം, ഫോർ പീസ്ഫുൾ പർപ്പസസ്. ഡിക്റ്റാക്ടറിൽ മറ്റേ യുറേനിയം കിട്ടിയത് ഫോർ പീസ്ഫുൾ പർപ്പസസ് പറയില്ല, അതുപോലെ. അപ്പം അങ്ങനത്തെ ഒരാളുടെ കഥ, എനിക്ക് ആ സിനിമ കാണാൻ പോകുന്നത് വരെ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എനിക്ക് അതാണോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ പോയത്. പക്ഷേ എൻ്റെ അമ്മോ, ആ ലുഡ്വിഗ് ആ ചങ്ങായി ഉണ്ടല്ലോ, ആ മ്യൂസിക്, എൻ്റെ അമ്മ എടുത്തൊരു ഏറ് ഏതാ നമ്മളൊക്കെ എന്ത്. അപ്പം അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇയാൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ആദ്യം വിചാരിച്ചത് എന്താ, ക്രിസ്റ്റഫർ നോളനോ, കോംപ്ലക്സ്, ഇൻസെപ്ഷൻ, ഇൻ്റർസ്റ്റെല്ലാർ,
ഇൻട്രസ്റ്റെല്ലാർ അതിപ്പോൾ ആണെങ്കിൽ എന്താ പറയുക സിമ്പിളായിട്ട് എടുക്കാം, പക്ഷേ അതിനെ പുള്ളിക്കാരനെ കോംപ്ലക്സ് ആക്കി അതാക്കി ഇതാക്കി, അപ്പോൾ ഇങ്ങനെ എന്ത് കൊടുത്താലും കോംപ്ലക്സ് ആക്കി എടുക്കുന്ന ഒരു സംഭവമാണ് എന്നായിരുന്നു നമ്മൾ അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഈ ഓപ്പൺഹൈമർ എടുത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ കാര്യം ഉണ്ടാവാണ്, ഞാൻ ഓപ്പൺഹൈമർ കണ്ടപ്പോഴാണ് ഇയാൾ ഇത്തിരി സീനാണ്, ഇയാൾക്ക് എന്തു വേണമെങ്കിൽ എടുക്കാം, മനസ്സിലായില്ലേ? അപ്പം ബാറ്റ്മാനും നമ്മുടെ ഡാർക്ക് നൈറ്റൊക്കെ അത് വേറൊരു സംഭവം. ഓക്കെ, അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ക്യാരക്ടേഴ്സിനെ പുള്ളിൻ്റേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്നു. സെയിം സംഭവമാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എവിടെ? ഒഡീസിൻ്റെ കഥ എല്ലാവർക്കും അറിയില്ല. ട്രോയ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കഥയാണ്. ട്രോയ് ഒരു നഗരം, ഗ്രീക്കുകാർ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ് ട്രോയ് അടുക്കുന്നില്ല, ട്രോയിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല, അത് ട്രോയിനെ എങ്ങനെയും തോൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് നമ്മുടെ അമേരിക്ക ഇറാൻ യുദ്ധം പോലെ, അമേരിക്കക്കാർ ഇവിടെ ഉണ്ട്, അത് തൊട്ടടുത്തുണ്ട്, കപ്പലുകൊണ്ട് അവിടെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിനുള്ളിൽ കിടക്കാൻ പറ്റില്ല. ഹോർമൂസൊക്കെ അടയ്ക്കുന്ന പോലെ ഇവന്മാരുടെ ഒരു കോട്ടയുണ്ട്, ആ കോട്ട അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ 10 കൊല്ലം ഇരുന്നു, നാട്ടക്കലില്ല. അപ്പോഴാണ് ഒഡീസിയസിന് ഒരു ബുദ്ധി തോന്നുന്നത്. ഓക്കെ, സിയൂസ് ലോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഓൾറെഡി ഉണ്ട്. അതായത് ഈ ദൈവങ്ങൾ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ ദൈവങ്ങൾ കോപിക്കും, അവർ നമുക്ക് വലിയൊരു പണിഷ്മെൻറ്റ് തരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു അന്ധവിശ്വാസം പോലത്തെ ഒരു പരിപാടി അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പല വേർഷൻസ് പല രീതിയിലുണ്ട്. അപ്പോൾ അതിലൊരു സംഭവമാണ് ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കണം. അപ്പോൾ അത്തീനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ്, അപ്പോളോ ഏതോന്ന് അത്തീനയാന്ന് തോന്നുന്നു. അപ്പോൾ ഈ അത്തീനൻ ടെമ്പിളിലേക്കല്ലേ കൊണ്ടുപോകണം, അതെ. അപ്പോൾ ആ ടെമ്പിളിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് അങ്ങ് കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഈ മരത്തിൻ്റെ കുതിരൻ്റെ ഒരു ബൊമ്മ പോലത്തെ സാധനം. അതിൻ്റെ ഉള്ളിൽ ഒഡീസിയസും ബാക്കി കുറച്ച് പേരും ഇരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് പിന്നെ അവർ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അത് വലിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ സൈസിലാണെങ്കിൽ എന്തോ അവർ കൊണ്ടുപോകില്ല എന്നോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. വലിയ സൈസ് ആയതുകൊണ്ടാണ് അവരിനെ ടെമ്പിളിൻ്റെ അടുത്ത് അവർ കൊണ്ട് വെക്കുന്നത്. ഇപ്പോൾ ട്രോയിൻ്റെ ആൾക്കാർ ആക്ച്വലി അവർ ഭയങ്കരന്മാരാണ്. ഇതിലിപ്പോൾ അങ്ങനെ കാണിച്ചിട്ടേ ഇല്ല. അതാ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേരൊന്നും കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, ഒന്നുമില്ല. നിങ്ങൾ ഇനി ഒഡീസി കാണാൻ പോവുകയാണെങ്കിൽ പ്ലീസ് വാച്ച് ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കാണുക. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ചെയ്ത എക്സ്പ്ലനേഷൻ കിട്ടാലും മതി. പക്ഷേ എക്സ്പ്ലനേഷനൊക്കെ കാണുന്നതിനേക്കാളും നല്ലത് ബ്രാഡ് പിറ്റ് വന്നിട്ട് യുദ്ധം ചെയ്യുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. എൻ്റർടൈനിങ് വേ ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ്. അപ്പോൾ ട്രോയ് കാണുക. ഇറ്റ്സോടെ ട്രോയ് ഇതിൻ്റെ മുന്നിലുണ്ടല്ലോ, ട്രോയ് ഇതിൻ്റെ മുന്നിൽ വെക്കുമ്പോൾ എന്തോ ഒരു കാർട്ടൂണൊക്കെ കണ്ടുപോലുണ്ട്. ആക്ച്വലി ഞാൻ വന്നിട്ട് കുറച്ച് ട്രോയ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നോക്കി കഴിഞ്ഞ് വന്നിട്ട് അപ്പോഴാണ് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നത്. ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നത് ശരിക്കും തോന്നും ഒഡീസി കണ്ടിട്ട് ട്രോയ് കണ്ട. അപ്പം അങ്ങനെ ചെയ്യരുത്. ട്രോയ് ആദ്യം കാണണം. ട്രോയ് കണ്ട കഥ മനസ്സിലാവും. കഥ മനസ്സിലാക്കണം. കഥ മനസ്സിലായില്ലെങ്കിൽ ഇതിൽ ഒരു എക്സ്പ്ലനേഷനും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സിയൂസ് ലോവിനെ കുറിച്ച് ജസ്റ്റ് ടോം ഹോളൻഡും ആൻ ഹാത്തവേയും കൂടെ ചെറുതായിട്ട് ഒരു സെൻറ്റൻസ് പറഞ്ഞു പോകുന്നുള്ളൂ. ദേ ആർ ലിറ്ററലി നോട്ട് ടെല്ലിങ് അസ് എനിത്തിങ്. വേണമെങ്കിൽ പഠിച്ചിട്ട് വേണേ എന്നുള്ള ലെവലിലാണ് അണ്ണ അത് പടം എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ട്രോയ് നഗരം വീഴാണ്. ഓക്കെ, എങ്ങനെ വീഴണമെന്ന് വെച്ചാൽ കുതിരനെ അവർ അതിനകത്തേക്ക് കൊണ്ടുപോകും. ആ കോട്ട തകർക്കാൻ പറ്റില്ല, അപ്പോൾ കോട്ടനകത്തേക്ക് കൊണ്ടുപോകും. അതിൽ നിന്ന് പുറത്തേക്ക് വരും. ആ സീനുണ്ടല്ലോ, എൻ്റെ മോനെ, എനിക്ക് പലരും പല സീനുകളാണ് അടിപൊളി എന്നൊക്കെ പറയുന്നത്. 3rd ആക്ടിൽ മറ്റേ വില്ല് വളയ്ക്കുന്നതൊക്കെ അടിപൊളി പറയുന്ന, എനിക്ക് ആ ഒരു സീന് ഒരു പ്രത്യേക ഒരു മ്യൂസിക്കും എൻ്റെ അമ്മോ, അതായത് ആ അകത്തേക്ക് കൊണ്ടുപോകുന്ന, പിന്നെ അവർ ആ പുറത്തേക്ക് ഇറങ്ങി ആ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന, പിന്നെ മറ്റേ അഗമെമ്നോൻ ഉണ്ടല്ലോ രാജാവ്, പുള്ളിക്കാരൻ വരുന്ന ഒരു സീന്, ആ ഒരു ഗേറ്റ് അങ്ങോട്ട് തുറന്നിട്ട് ഒരു ഓറ ഫാമിങ് നടത്തിയൊരു വരവുണ്ട്. ഏതാ ചെങ്ങി കടാ, അവന്മാരൊന്നും കാണാനില്ല. ആരനെ
ഈ അഗമെമ്നോൻ്റെ എന്താ പറയുക സൂട്ട് ആർമറും മറ്റേതൊക്കെ ബ്ലാക്ക് സൂട്ടോ ഇത് ബ്രോൺസ് ഏജ് ആണ്. ഈ സമയത്ത് എല്ലാവരും ബ്രോൺസിൻ്റെ സാധനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എവിടെയാണ് ഈ ബ്ലാക്ക് സൂട്ട്, ഇതെന്താ ബാറ്റ്മാനോ എന്നൊക്കെ ചോദിച്ചവന്മാരുണ്ട്. അവന്മാരൊന്നും അഡ്രസ് ഇല്ല. കാരണം ഈ സീൻ വരുമ്പോൾ നമ്മളൊക്കെ ഇത് നടക്കുന്നത് ആ ഒരു ലെവലിലാണ്. അപ്പോൾ നമുക്ക് ഈ സൂട്ടും ഇതൊക്കെ ഇതെന്താ അങ്ങനെ ഇതെന്തെങ്കിലും ചിന്തിക്കാൻ പറ്റില്ല. അതാണ് മേക്ക് ബിലീഫ് എന്ന് പറയുന്നത്. നമ്മൾക്ക് കുറ്റം പറയാൻ പോലും ഒരു ഗ്യാപ്പ് വരുന്നില്ല. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ട്രോയ് നഗരം വീഴുകയാണ്. അപ്പോഴാണ് ഈ 10 കൊല്ലത്തെ ഒരു വെറുത്തനുണ്ട്, അല്ലെങ്കിൽ കലിപ്പുണ്ട്. ഇവന്മാരെ തോൽപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കലിപ്പുണ്ട്. 10 കൊല്ലം ബീച്ചിലാണ് ഇവന്മാർ ഇരുന്നത്. ഗ്രീക്കിൽ നിന്ന് നാടും വീടും കുടുംബമൊക്കെ വിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ദേഷ്യം ഉണ്ടാവും. ആ ദേഷ്യം മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് ചെയ്ത് തീർക്കണം. അതായത് അവിടുത്തെ അമ്പലങ്ങളും അവിടുത്തെ ആൾക്കാരിനെ, അവിടുത്തെ സ്ത്രീകളിനെയൊക്കെ പീഡിപ്പിച്ചിട്ടും അവിടുത്തെ ആൾക്കാരിനെയൊക്കെ കൊന്നിട്ടും അതിലാണ് സെൻഡയെ കൊല്ലുന്നത്. സെൻഡയ അവിടുത്തെ അത്തീനൻ്റെ അമ്പലത്തിലെ പ്രീസ്റ്റസാണ്. ഓക്കെ, അതുകൊണ്ടാണ് മാഡാമന് അത്തീന ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അത്തീനയ്ക്ക് സെൻഡയുടെ ഫേസ് കട്ട് എന്തുകൊണ്ടാണ്? സെൻഡയെ ശരിക്കും വിരാട് ട്രോയ് നഗരത്തിൽ വെച്ചിട്ട് കൊന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഗിൽറ്റി സംഭവം അല്ലെങ്കിൽ ഒരു പ്രതികാരം പോലെയാണ് അത്തീന ആക്ച്വലി ഈ സെൻഡയുടെ ഫേസ് കട്ടിൽ അത്തീനയായിട്ട് മാഡാമിൻ്റെ മുന്നിൽ വരുന്നത്. ടു റിമൈൻഡ് ഹിം വാട്ട് ഹി ഡിഡ്. ആ ഒരു രാത്രി നീ കാരണം സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെൻഡയുടെ ഫേസ് കട്ടായിട്ട് അത്തീന വരുന്നത്. മനസ്സിലായ? അങ്ങനെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ സെൻഡയുടെ കാസ്റ്റിംഗ് ആക്ച്വലി അവിടെ എന്താണ് ഒരു ജസ്റ്റിഫയബിൾ ആയില്ലേ? പിടിയിട്ടുണ്ട? ഇതേപോലൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല ലുപ്പിട്ടായി അങ്ങനെയൊന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം അവർ കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്നുമില്ല. പക്ഷെ ഒരു എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? ഇത് ഇന്നതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സാധനം വേണ്ടേ? അതൊന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു റാൻഡം കാസ്റ്റിംഗ്. ദ ഫക്ക്. ദ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സീരീസിൽ ഒരു കിടിലൻ എപ്പിസോഡ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഈ കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഈ ഹോളിവുഡ് സ്റ്റുഡിയോക്കാർ എങ്ങനെയാണ് ഈ റേഷ്യൽ ആൾക്കാരുടെ ഈ ബ്ലാക്സ്, വൈറ്റ്സ്, ബ്രൗൺസ്, മെക്സിക്കൻസ്, അങ്ങനെ സ്പാനിഷ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഈ ആൾക്കാരൊക്കെ എങ്ങനെ കാസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ ഗേ ആയിരിക്കും, ഒരാൾ സ്ട്രൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഒരുപാട് ഗേ ആൾക്കാരിന് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും, പിന്നെ ഒരുപാട് സ്ട്രൈറ്റ് ആൾക്കാരിന് ഇട്ടാലും പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു ഫുൾ എപ്പിസോഡ് തന്നെ ആ ഒരു ബാലൻസിങ്ങിനെ കുറിച്ചാണ്. ആരെങ്ങനെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ബോർഡ് എടുത്തിട്ട് ഫുള്ള് എഴുതി കൂട്ടുന്ന ഒരു സാധനമുണ്ട്. ഇത് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെത്ത് റോഗൻ്റെ ഒരു സീരീസാണ്. ഏതാ എപ്പിസോഡെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ 5-6 എപ്പിസോഡേ ഉള്ളൂ. അതിൽ ഏതൊരു എപ്പിസോഡാണ് മോനെ കിടിലൻസ് ആണ്. എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഹോളിവുഡ് റൈറ്റ് നൗ. ഇങ്ങനെയാണ് ഓരോ കാസ്റ്റിംഗ് നടക്കുന്നത്. അല്ലാണ്ട് കഴിവുള്ളവൻ വരട്ടെ അല്ല. അത് മാർക്കറ്റിങ്. ഇപ്പോൾ ഇന്ത്യൻ ഒരാളിലിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യക്കാർ കുറച്ച് കാണും. അതേപോലെ തന്നെ ഇപ്പോൾ സ്പാനിഷ്, ഇപ്പോൾ ബാഡ് ബണ്ണിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു സ്പാനിഷ് ഓഡിയൻസ് ഉണ്ട്. ആ സ്പാനിഷ് ഓഡിയൻസ് മുഴുവൻ അത് കാണും. അവർക്കതാവുണ്ട്. ഇപ്പോൾ ചൈനീസ് ഒരു ആക്ടർ ഇട്ട് കഴിഞ്ഞാൽ ചൈനക്കാർ മുഴുവൻ വന്ന് കാണും. സിമ്പിൾ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് ആക്ച്വലി മാർക്കറ്റിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെ ഓസ്കാറിൻ്റെ കുറേ നിയമങ്ങൾ അവരും ഉണ്ടാക്കിയ നിയമങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ മൊത്തത്തിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ 1 കോമഡി എപ്പിസോഡാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഗോ വാച്ച് ഇറ്റ്. ദ സ്റ്റുഡിയോ. ഇനി അടുത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നോളൻ ചെയ്ത മാറ്റങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒഡീസീസ് ഉണ്ടല്ലോ, ആളത്ര വെടുപ്പ് ആളല്ല. ഇയാൾ 10-20 കൊല്ലം ഭാര്യയും കുട്ടികളിലൊക്കെ വിട്ട് ഓരോ ഐലൻഡിൽ കയറി വരികയാണെങ്കിലും ഈ ഓരോ ഐലൻഡിൽ കയറുമ്പോൾ തന്നെ ഈ സിയൂസ് ലോ പ്രകാരമാണ് കയറുന്നത്. സിയൂസ് ലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിഥി ദേവോ ഭവ. അതിൻ്റെ ഒരു വേറെ വേർഷൻ. അതായത് ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവരിനെ നോ പറയാൻ പറ്റില്ല. അവർക്ക് എന്താ വേണ്ടത് കൊടുത്തിരിക്കണം. അപ്പോൾ ചില ആൾക്കാർ അതിനെ എന്ത് ചെയ്തു, എന്താ പറയുക,
ഓവർ യൂസ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ ഒരു മറയാക്കിയിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. അതാണ് നമ്മുടെ റോബർട്ട് പാറ്റിൻസൻ്റെ ക്യാരക്ടർ. റോബർട്ട് പാറ്റിൻസന് പണ്ട് തൊട്ടേ ആന ഹാത്തവേയിൽ ഒരു പെനിലോപ്പി എന്നുള്ള ക്യാരക്ടറിൽ ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ ഒഡീസിയസ് മരിച്ചില്ലേ, ഇനി എന്നെ കല്യാണം കഴിച്ചോളെ എന്ന് പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ വന്ന് ഫുൾ ടൈം താമസിക്കുന്നത്. ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. ഇങ്ങനെ ആലോചിച്ച് നോക്ക്, പണ്ടത്തെ ഗ്രീസിലാണ് നമ്മൾ താമസിക്കുകയെങ്കിൽ നമ്മളൊരു വീടും കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു തെണ്ടിയായിരുന്നിട്ട് നിൻ്റെ ഭാര്യ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇറങ്ങി പോടാ എന്ന് പറയാൻ പറ്റില്ല. അത് ഏത് സീൻ? അപ്പം അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ആ നിയമമാണ് ഇസ്യൂസ് ലോ. ഓക്കെ, അപ്പം അത് കണ്ട. അപ്പം നമ്മുടെ അവിടെയും പറയും അതിഥി ദേവോ ഭവ എന്ന് പറയില്ലേ, അപ്പം അതിൻ്റെ വേറെ വേർഷൻ സിമ്പിൾ. അപ്പോൾ എല്ലാം ഇങ്ങനെ എല്ലാ മിത്തോളജിയും എല്ലാ സംഭവമൊക്കെ നോക്കുമ്പോഴൊക്കെ ഒരേപോലെയൊക്കെ തന്നെ, കോൺസെപ്റ്റൊക്കെ സെയിം തന്നെ. ഇതിപ്പോൾ ആദ്യം ഏത് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റേ കോഴിയാണോ മുട്ടയാണോ വന്ന പോലെ ചോദിച്ച പോലെ ആവും. പലവർക്ക് പല അഭിപ്രായം ഉണ്ടാകും. അതിൻ്റെ അതിൻ്റെ പിന്നാലെ പോകാണ്ടിരിക്കുക ഏറ്റവും നല്ലത്. പറയാൻ വന്നത് മാറ്റങ്ങൾ. ഒഡീസിയസിൻ്റെ മോശം സംഭവങ്ങൾ എന്ന് പറഞ്ഞത് സെർസി മറ്റേ സോൾജേഴ്സിനൊക്കെ പന്നിയാക്കി മാറ്റുന്ന ആ ഒരു വിച്ച് സെർസി ഉണ്ടല്ലോ, സെർസിൻ്റെ കൂടെയും ഇയാൾ ഹി വാസ് ഇൻ എ കൈൻഡ് ഓഫ് എ റിലേഷൻഷിപ്പ് വിത്ത് സെർസി. ഓക്കെ, അതേപോലെ ഈ കലിപ്സോ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അടുത്തും ഹി വാസ് ഹാവിങ് അഫെയർസ് വിത്ത് റാൻഡം വുമൻ ഓൺ റാൻഡം ഐലൻഡ്സ്. അതായത് പെനിലോപ്പി അവിടെ പതിവ്രതയായിട്ട് വേറെ ആരുടെ കൂടെ പോകാണ്ട് എത്ര പേര് നിർബന്ധിച്ചിട്ടും ആ ഒരു വീവിങ് സീന് കാണിക്കില്ല. ഒരു റഗ് അതിങ്ങനെ വീവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെന്താ സംഭവിച്ചത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പെനിലോപ്പി പറയും ഈ റഗ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാൻ പറയും. പക്ഷെ എന്ത് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ തുന്നി കൂട്ടിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിനെ കഴിച്ചോളൂ. അപ്പോൾ ഇവർ വന്ന് നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആവുന്നില്ല. ഈ റഗ് ആ ഒരു ഉണ്ടാക്കുന്ന സാധനം കംപ്ലീറ്റ് ആവുന്നില്ല, നൂല് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഏത് സമയം. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ഒരു ചെറിയൊരു സീനിൽ കാണിച്ചിട്ട് പോകുന്നില്ല. കാരണം ഇതിനെ എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇത് വലിയൊരു സാധനമാണ്. അതിനൊക്കെ എല്ലാ സാധനങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നോലൻ ഇവിടെ മാറ്റം വരുത്തിയിരിക്കുന്നത് ഈ ഒഡീസിയസിൻ്റെ ചില തോന്നിയവാസങ്ങളുണ്ട്. ഇതിപ്പോൾ കണ്ട ഒരാൾക്ക് ഒഡീസിയസ് പെനിലോപ്പി അതായത് ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അങ്ങനെ ഇരിക്കുന്ന ഒരാളായിട്ട് ചെറുതായിട്ട് നമുക്ക് തോന്നും. കാരണം എന്താ, അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ശരിക്കും സെർസി ആയിട്ടും റിലേഷൻഷിപ്പ് ഉണ്ട്, കലിപ്സോ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സ്ത്രീയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് ഒഡീസിയസ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് സൈക്ലോപ്സ് ഉണ്ടല്ലോ, പൊസൈഡൻ്റെ മകൻ, ആ ഒറ്റ കണ്ണുള്ള വലിയൊരു രൂപം. ആ സൈക്ലോപ്സിനെ ആ ഒരു സംഭവം മാറ്റിയിട്ടുണ്ട്. അതായത് ആക്ച്വലി ഇയാളുണ്ടല്ലോ ഒഡീസിയസിന് ആദ്യത്തെ ഒരു മേജർ ഒരു പ്രശ്നമാണ് ഈ സൈക്ലോപ്സ്. അപ്പോൾ സൈക്ലോപ്സ് വന്നു, സൈക്ലോപ്സിൻ്റെ നിന്ന് രക്ഷപ്പെട്ടു. സൈക്ലോപ്സ് ആരാണെന്ന് ചോദിക്കുമ്പോൾ നോബഡി എന്നാണ് ഒഡീസിയസ് പേരായിട്ട് പറയുന്നത്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആളറിയാണ്ടിരിക്കാൻ. പക്ഷേ ശരിക്കും ടെക്സ്റ്റിൽ ഹോമറിൻ്റെ സംഭവത്തിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ. ഇവിടെ സിനിമയിൽ കാണിക്കുന്ന ഒരു അമ്പെടുത്തിട്ട് വിടുകയാണ് പോണ വഴിക്ക്, ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു ടേക്ക് ഇറ്റ് ബിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വിടുകയാണ്. അപ്പോൾ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒഡീസിയസിന് ഈ ശാപം കിട്ടുന്നത്? പൊസൈഡൻ നോബഡി എന്ന് മാത്രം പറഞ്ഞ ഉള്ള സംഭവമാണെങ്കിൽ ശാപം കിട്ടില്ലല്ലോ. അപ്പോൾ ശാപം കിട്ടുന്നത്, ശപിക്കപ്പെടുന്നത്, പൊസൈഡൻ്റെ ശാപം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ വഴിക്ക് അഹങ്കാരമാണ് ഒഡീസിയസ്. കാരണം ട്രോജൻ വാർ എൻ്റെ ബുദ്ധി കൊണ്ട് ജയിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോണ വഴിയാണിത്. അപ്പോൾ എന്നെ തടഞ്ഞു നിർത്താൻ പിന്നെ ആരടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഇത് രക്ഷപ്പെട്ടിട്ട് പോകുമ്പോൾ പറയും എൻ്റെ പേര് ഒഡീസിയസ് എന്നാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാടാന്ന് പറഞ്ഞിട്ട് ആ സീനിൽ പറയും. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അതും ഇവിടെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ള ഏറ്റവും മേജർ ചേഞ്ച് എൻഡിങ്ങിലാണ്. എൻഡിങ്ങിൽ എന്ത് ചേഞ്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി എൻഡിങ് ആണ് ബുക്കിൽ. അതായത് ഞാനാ രാജാവ്, ടോം ഹോളണ്ടിനൊക്കെ ഡപ്പടാ ഞാൻ മരിച്ചിട്ട് നീ രാജാവാ അങ്ങനെ ഇതാ മതി തൊട്ട് അങ്ങനെയാണ് ബുക്കിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ
ടോം ഹോളണ്ടിനെ ഏൽപ്പിക്കുന്ന ഇത്തക്കാന്നുള്ള സ്ഥലം ടോം ഹോളണ്ടിനെ ഏൽപ്പിച്ചിട്ട് പെനിലോപ്പിയും മേറ്റ് ഡേമനും കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ് അവിടേക്ക്. പുള്ളിക്കാരൻ്റെ ആ ഒരു ഹെയ്ഡിസിൽ പോയിട്ട് കാണുമല്ലോ, മറ്റേ ഹെല്ല്, നരകം പോലത്തെ സ്ഥലത്ത് പോയിട്ട് പുള്ളിക്കാരൻ്റെ കൂടെ വന്ന ആ പട്ടാളക്കാരൻ്റെ ഒക്കെ അവർക്കൊരു മോക്ഷം കിട്ടാത്ത പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഡെത്തിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് വെസ്റ്റ് നോക്കി പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. ആ വെസ്റ്റ് നോക്കി പോണത് എന്തിനാണ്, ഇവിടെ എന്തിനാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഹി വയലേറ്റഡ് സീയൂസ് ലോ. അപ്പോൾ സ്വയം ഒരു എക്സൈലിൽ പോവുക. അതെവിടെ വയലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റോബർട്ട് പാറ്റിൻസനെ കൊന്നതുകൊണ്ട്. റോബർട്ട് പാറ്റിൻസൺ കൂടുതലുള്ളവർ കൊന്നു. അതെന്തുകൊണ്ടാണ്? സീയൂസ് ലോ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ സീയൂസ് ലോ ആണ് ബേസിക്കലി എല്ലാത്തിനും കുഴപ്പം. വീട്ടിൽ കയറി വരിക, അവരുടെ കൊല്ലാനും പറ്റില്ല, തൊഴാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഡിഫൈ ദ ഗോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷനോ സംഭവം ഉണ്ടല്ലോ. ഡിഫൈ ദ ഗോഡ്സ് ഈ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ഡിഫൈ ദ ഗോഡ്സ്, അതായത് ബി എ റെബൽ, അല്ലെങ്കിൽ ഗോഡ്സിനെയൊക്കെ ഡിഫൈ ചെയ്യൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് സംഭവം ബേസിക്കലി. ഒഡീസി അത്രയ്ക്കേ ഉള്ളൂ. ഭയങ്കര സംഭവമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ നന്നായിട്ട് ഇതെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയാം. ഇത് ഒന്നാമത് ഇത് മാക്സിമം എൻഗേജ്ഡ് ആയിട്ട് ഇതെടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും ഒരു എൻഗേജ്ഡ് ആയിട്ട് ഇതിലെടുക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അതേ പറയാനുള്ളൂ. കാരണം കുറേ ആൾക്കാർ ഏതൊക്കെ ഒരു തമിഴിലൊരു റിവ്യൂവർ ഉണ്ട്, ചങ്ങയൊക്കെ എന്തൊക്കെയാ പറയും. ഇൻറ്റർസ്റ്റെല്ലാർ കണ്ടു, അത് എപ്പോൾ കണ്ടാലും പുതുമയുണ്ട്, അങ്ങനെ ഇങ്ങനെ. അതല്ലല്ലോ ഇതെന്തിന് ഇതൊക്കെ ഇനി നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് ഭയങ്കര റിവ്യൂ എന്താ പ്രശാന്തോ അങ്ങനെ എന്താണ് പുള്ളിയുടെ പേര്. പിന്നെ കുറേ വാണങ്ങളുടെ എക്സിലും ഇതിലൊക്കെ കണ്ടു. അത് പിന്നെ അതിൻ്റെ പിന്നെ എഴുത്തല്ല, ഇയാൾക്ക് എന്താ ഇത് പറഞ്ഞു എനിക്കറിയില്ല. ഇത്രേ ഉള്ളൂ. ഡബിൾ തംസ് അപ്പ് ജസ്റ്റ് ഫോർ എക്സ്പീരിയൻസ്. നിങ്ങളൊക്കെ ഏത് തിയേറ്ററിലാണ് കണ്ടതെന്ന് എനിക്കറിയില്ല. ഹൗസ് എക്സ്പീരിയൻസ് എനിക്ക് നോൺ ഐമാക്സിൽ എങ്ങനെയുണ്ട് എന്നും കൂടെ അറിയണമായിരുന്നു. സോ നിങ്ങൾ നോൺ ഐമാക്സിലാണ് സിനിമ കണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്നുകൂടി പറയാം. ദാറ്റ്സ് ഇറ്റ്. ഡബിൾ തംസ് അപ്പ്, ഓഫ് കോഴ്സ് ഡബിൾ തംസ് അപ്പ്. ഓക്കെ ഫോർ ഒഡീസി. സോ ഇനി അടുത്ത റിവ്യൂ, നമ്മുടെ റിവ്യൂ അല്ല, വേൾഡ് കപ്പ് റിവ്യൂ നമുക്കൊന്ന് ചെയ്യാം. കീട്ടില വേൾഡ് കപ്പായിരുന്നു. അതായത് ഈ ഫുട്ബോളിൻ്റെ ഭാഗത്തൊക്കെ ഒരു പ്രത്യേകതയാണ് ഈ അണ്ടർ ഡോഗ്സ് ഉണ്ടല്ലോ. എല്ലാ കൊല്ലവും ഒരു അണ്ടർ ഡോഗ് ഉണ്ടാവും. അതായത് നമ്മളൊന്നും വിചാരിക്കില്ല ബൊമ്മാനൊക്കെ ഏതടേ എന്ന് നമ്മൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കും. പിന്നെ ബൊമ്മാൻ്റെ കളിയൊക്കെ കാണും. കാരണം ഫുട്ബോളിലൊക്കെ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ കളിയെ മാറും. ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊന്ന് വഴിക്ക് വീഴുകയും അല്ലെങ്കിൽ സോക്സ് കയറ്റാൻ നിൽക്കുകയും എന്തെങ്കിലും ചെയ്താൽ മതി, കഴിഞ്ഞു, കളി പോയി. കാരണം ഒരു വൺ ഗോൾ ക്യാൻ ചേഞ്ച് ദാറ്റ് ഹോൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ടീം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഇപ്പോൾ ടീം നല്ലതാണ് ടീം മോശമാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ അണ്ടർ ഡോഗ്സ് എപ്പോഴും കയറി വരിക, അല്ലെങ്കിൽ അണ്ടർ ഡോഗ്സിന് കുറേ ചാൻസ് ഉള്ളത് ഫുട്ബോളിലാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുറേ അണ്ടർ ഡോഗ്സിനെ കണ്ട ഒരു വേൾഡ് കപ്പായിരുന്നു. ക്യാപ്പ് വെറുതെ സീന് ടീമായിരുന്നു. ആലോചിച്ച് നോക്കുക. അതായത് അർജൻറ്റീനക്കാരനെയും വെള്ളം കുടിപ്പിച്ചു, സ്പെയിനുകാരൻ്റെ അടുത്തും ഡ്രോ. എൻ്റെ ടീം സ്പെയിനാണ്. ഞാനിത് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് തൊട്ടേ 2008 യൂറോ കപ്പല്ലേ, 2008 ആ ഒരു സമയത്ത് നമ്മുടെ ടോറസും ഡേവിഡ് വിയൊക്കെ സ്ട്രൈക്കേഴ്സായിട്ടുള്ള സമയത്ത്, ആ സമയത്ത് തൊട്ടേ ഞാൻ സ്പെയിനാണ്. ഒരു യൂറോ കപ്പ് കിട്ടി, അത് കഴിഞ്ഞ ഉടനെ ഒരു വേൾഡ് കപ്പും കിട്ടി. പിന്നെ അങ്ങനെ ഒരു ടോപ്പ് ലെവലിലായിരുന്നു അന്നത്തെ സ്പെയിൻ. ഇപ്രാവശ്യം അതേപോലെ തന്നെ കഴിഞ്ഞ യൂറോ കപ്പും കിട്ടി, ഇപ്പോഴത്തെ വേൾഡ് കപ്പും കിട്ടി. സോ സ്പെയിൻ്റെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ടീമായോട് കുറ്റം പറയാലോ. ഇവന്മാർ ഈ പാസ് ഉണ്ടല്ലോ, ആ പണ്ട് ടിക്കിറ്റാക്ക തൊട്ട് തുടങ്ങിയൊരു സംഭവം. പാസ് ചെയ്തുണ്ടല്ലോ, നമുക്കിത് ആദ്യം കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. പിന്നീട് ഇവന്മാരുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണ്ട് ഈ ടിക്കറ്റൊക്കെ കളിക്കുമ്പോൾ ഫിനിഷേഴ്സ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ടോറസ് ആണെങ്കിലും
ഡേവിഡ് വിയ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഗോളടിക്കും. അപ്പോൾ ഫിനിഷ് ചെയ്യുമ്പോൾ ശരി, ഇത് ഒരു 10-50 പാസ് ഇടും, എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് അപ്പുറത്തേക്ക് അടിച്ചു കളയും. ഇതിലാണാ നീ കൊണ്ടുപോയത് നമുക്ക് അപ്പം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് ഈ ടിക്കി ടാക്കിൻ്റെ ഒരു സംഭവം. പ്രശ്നം അതാണ്, ഇവന്മാർ ഫിനിഷർ ഉണ്ടെങ്കിൽ ശരി. പിന്നെ ആ സ്പെയിൻ ഇടയിലൊരു സമയത്ത് സ്പെയിൻ്റെ പേരേ ആരും കേട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവന്മാർ തല്ലിപ്പൊളി ഫിനിഷേഴ്സ് ഇല്ല അവരുടെ. ആ ഡിയോഗോ കോസ്റ്റനെയൊക്കെ കുറച്ച് ആളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ബ്രസീലിൽ നിന്നൊക്കെ പൊക്കി കൊണ്ടുവന്ന എന്തിന് ഒരാവശ്യമില്ല, ഒരു വേസ്റ്റ് ചെങ്ങായി. ആ സമയത്തായിരുന്നു ഏറ്റവും വേസ്റ്റ് ടീം. കാരണം പാസ് ചെയ്യും, പൊസിഷൻ ചെയ്യും, പക്ഷെ ഗോളടിക്കില്ല. ഗോളടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സെറ്റപ്പാണ് സ്പെയിൻകാരുടെ. ഒരു പ്രാവശ്യം സ്പെയിൻ്റെ മറ്റേ ഡിഫൻസ്, റോഡ്രി മറ്റ് ടീംസൊക്കെ ഏതാ ഡിഫൻസ് ഒന്നുമില്ല. പോറ്റും റോഡ്രിയൊക്കെ ഒരു രക്ഷയില്ലാത്ത ഡിഫൻസ്. അത് കാരണമാണ് ജയിച്ചത്. പിന്നെ ബോറിങ് ഫൈനലായിരുന്നു. അത് നമുക്ക് ഈ ഖത്തർ ഫൈനലായിരുന്നു നമുക്ക് എപ്പോഴും ഓർമ്മ വരിക. നമ്മൾ തൊട്ട് മുന്നത്തെ ഫൈനൽ വെച്ചിട്ടാണല്ലോ. യൂഷ്വലി ഈ ഫൈനൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രഷറായതുകൊണ്ട് എപ്പോഴും വലിയ ബോറിംഗ് ആയിരിക്കും. ആകെ ഒരു ഫൈനൽ മര്യാദയ്ക്ക് ശരിയായ ഫൈനൽ കളിച്ചത് ഖത്തർ ഫൈനലാണ്. എംബാപ്പയും മെസ്സിയും കൂടെ നീ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ ഒരു ഗോൾ അടിക്കും, ഞാൻ ഒരു ഗോൾ അടിച്ചാൽ നീ ഒരു ഗോൾ അടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ശരിക്കും നമ്മൾ ഒരു ഫൈനലായിട്ട് കണ്ടത് ഖത്തറിലാണ്. ഇപ്രാവശ്യത്തെ അതായത് ഈ സ്പെയിൻകാരുണ്ടല്ലോ, ഇതാണ് വെറുതെ നമ്മളെ വെറുപ്പിക്കും. സംഭവം സ്വന്തം ടീമാണെങ്കിലും അടിക്കണ ഗോള് പറഞ്ഞു. അങ്ങനത്തെ ഒരു കളിയാണ് മാക്സിമം. അപ്പോൾ കാരണം നമുക്കേ എത്ര വെറുപ്പാണ് ഈ കൂടെ ഓപ്പോസിറ്റ് കളിക്കണമാരുടെ അവസ്ഥ ആലോചിച്ചു. ദേഷ്യം വരും. ഭയങ്കര വയലൻ്റ് ആയിരുന്നു ഈ അർജൻറ്റീനക്കാർ, ഭയങ്കര അഗ്രസീവ്. എന്തോ അവരുടെ മൊത്തത്തിൽ പാളി. മെസ്സിക്കൊന്നും ബോളേ ഒരു 3-4 ടച്ച് എന്തൊക്കെയോ കിട്ടിയിട്ടുള്ളൂ. അതുമല്ല, മൊത്തത്തിൽ പാളി. ഫുള്ള് ദേഷ്യവും കലിപ്പ് സീൻ, ചവിട്ടിയിടലും യമാലിനെയൊക്കെ മറ്റേ ചവിട്ടി വെച്ച് തേച്ചിട്ടൊക്കെ ഉണ്ട്. ആ ഒരു ഇത്രയും കളി അമ്മാതിരി കോൺഫിഡൻസിൽ കളിച്ച ഒരു ടീം പോലെ ഉണ്ടായിരുന്നില്ല അർജൻറ്റീന. ഉള്ളത് പറയാലോ, അർജൻറ്റീനയുടെ കുറേ കിടിലൻ മാച്ച് കംബാക്ക് കണ്ടു. അതൊക്കെയായിരുന്നു ഒരു എന്താ പറയുക കിടിലൻ വേൾഡ് കപ്പ് ആയത് തന്നെ. കാരണം ഈ വേൾഡ് കപ്പൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ബെറ്റിംഗ് ഓഡ്സ് ഒക്കെ നോക്കുമല്ലോ. ബെറ്റിംഗ് ഓഡ്സിലൊന്നും അർജൻറ്റീനയൊന്നും ഇല്ല. അർജൻറ്റീനയൊക്കെ ഫൈനലെത്തുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല. ഉണ്ടെങ്കിൽ ബെറ്റിംഗ് ഓഡ്സ് എന്തായാലും അവർക്ക് ഉണ്ടാവും. അവർക്ക് അതൊന്നും ഇല്ല, ലിറ്ററലി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ആ ഒരു പ്രതീക്ഷയൊക്കെ തട്ടി മെസ്സി കാരണം അർജൻറ്റീന അവിടെ എത്തി. മെസ്സിൻ്റെ കാര്യം അറിയാലോ, അർജൻറ്റീനയുടെ ഏറ്റവും ടോപ്പ് സ്കോറർ ആരാ? മെസ്സി. ടോപ്പ് അസിസ്റ്റ് ആരാ? മെസ്സി. ടോപ്പ് ചാൻസ് ഉണ്ടാക്കിയ ആളാരാ? മെസ്സി. ടോപ്പ് എല്ലാം മെസ്സി. അപ്പം ഇതാണ് ഒരാൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ആൾ ചെറുതായിട്ടുണ്ടാവണം. അയാളൊന്ന് ടോട്ടലി മാർക്ക് ചെയ്തിട്ടാൽ പിന്നെ കഴിയുന്ന കളി അതുതന്നെയാണ്. മാർക്ക് ചെയ്തിട്ടുകൊണ്ടല്ല, ഇവന്മാരുടെ ഒരു കളിയുണ്ട്, സ്പെയിൻകാരുടെ കളി. അത് ശരിക്കും അങ്ങോട്ട് കളിച്ചു. അതാണ് സംഭവിച്ചത്. ഈ ക്യാപ്പ് വെറുതേൻ്റെ അടുത്ത് നടക്കാതെ പോയതും അതാണ്. അമ്മമാർ പാസ് ചെയ്യുന്ന ചാൻസ് ഉണ്ടാക്കുക തന്നെ. അവിടെ പോയാൽ അപ്പുറത്തേക്ക് ഫെർണാണ്ടോസൊന്നും എൻ്റെ മോനെ അവരത് ഗോളേ അടിക്കാത്തവരാ. ഇതുവരെ അടിച്ചിട്ടില്ലല്ലോ, ഫൈനൽ വരെ അടിച്ചിട്ടില്ലല്ലോ എന്നാണ് എൻ്റെ ഓർമ്മ. ഫ്രണ്ടി കൊണ്ട് പുറത്തേക്ക് അടിച്ചു കളയും, ഇട്ട് കൊടുത്താൽ അപ്പുറത്തേക്ക് അടിച്ചു കളയും. അങ്ങനെ ഒരു ചെക്കനാണിത്. അവരൊക്കെ കോപ്പടിച്ചു. സോ ഫെർണാണ്ടോസൊക്കെ ഗോളടിച്ച ഒരു സംഭവമായിരുന്നു. പിന്നെന്താണ്, പിന്നെ കരച്ചിൽ ടീംസാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ നമ്മുടെ നാട്ടിലാണെങ്കിലും ബ്രസീലിൻ്റെ പണ്ടത്തെ കളി ഉണ്ടല്ലോ, ഇത് കണ്ടിട്ടാണോ അവന്മാർ ഈ ഫ്ലക്സ് വയ്ക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഈ നെയ്മർ കളിച്ച ബ്രസീൽ എന്തെങ്കിലും ഫൈനലോ അല്ലെങ്കിൽ എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ? ഫൈനലല്ല, കുറച്ചിങ്ങനെ ഭയങ്കര കളിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ.
പിന്നെ ഇവരെന്തിനാണ് ഈ ഫ്ലെക്സ് വയ്ക്കുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എന്തിനാണ് ഈ ഫ്ലെക്സ് വെച്ച് പൈസ കളയുന്നത്? പണ്ടത്തെ കളി ശരി, സാമ്പ മറ്റേ അതുപോലെയാണ് റൊണാൾഡോൻ്റെ കാര്യം. റൊണാൾഡോൻ്റെ കരച്ചിലും ഫാൻസും എന്ത് നല്ല രസമാണ്. പിന്നെ റേജ് ബേറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഞാൻ കുറേ സ്റ്റോറിയൊക്കെ ഇടുകയായിരുന്നു. അതിൻ്റെ അടിയിലൊക്കെ ഫുള്ളായിട്ട് റിപ്ലൈ നീ അവൻ്റെ നീക്കൊല്ലം അറിയോടാ എന്ന് പറഞ്ഞിട്ട് കുറേ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. വെറുതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോൻ്റെ അധികം പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മമാർ ഫുള്ള് വരും, എൻ്റെ പടയിളകി വരും എന്ന് പറയുന്നത്. അതുപോലെ നല്ല രസമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഈ ആൾക്കാർ റേജ് ബൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ റേജ് ബൈറ്റിങ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നൈസാണ്. അതിൽ നീയൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ റൊണാൾഡോ അങ്ങനെയാണോ, റൊണാൾഡോ ഇങ്ങനെയാണ്, ഇതാണെന്നൊക്കെ കണ്ടു വരും. അപ്പോൾ അങ്ങനെ കുറേ കരച്ചിലും കുറേ കിടിലൻ ലാസ്റ്റ് മിനിറ്റ് ഫിനിഷസും. അപ്പോൾ അർജൻറ്റീനക്കാർ അത് സമ്മതിക്കണം, 2 ലാസ്റ്റ് മിനിറ്റ് ഫിനിഷസും കിടിലനാണ്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നുകൊണ്ടാണ്. പിന്നെ അങ്ങനെ കുറേ അണ്ടർഡോഗ്സ്. ഈജിപ്ത് കുറേ ഇതുവരെത്തി. കേപ്പ് വെറുതെയും നല്ല കളി കളിച്ചു. മൊത്തത്തിൽ നോക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്രാവശ്യം കുറേ ടീമുകളുണ്ടായിരുന്നു. ഇനി ഏതോ ഒരു അടുത്ത കൊല്ലം ഈ ഇൻഫാൻറ്റിനോ നീ കുറേ ഉണ്ടാക്കണ്ടല്ലോടാ എന്ന് പറഞ്ഞ പോലെ ഈ ചങ്ങായി അടുത്ത കൊല്ലം ആണ് 64 ടീം, 64 ടീം. അതിലെങ്കിലും നമുക്കൊരു ചാൻസ് കിട്ടുമെന്നോ, ഹോസ്റ്റ് ചെയ്ത് വരും മിക്കവാറും. ഇന്ത്യക്ക് ഇത് കിട്ടണമെങ്കിൽ ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റേഡിയം ഒക്കെ ഉണ്ടാക്കി തരുമോ? ടാസ്ക് സോറി പറ്റില്ല. ഇന്ത്യ 64 ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ. ഇന്ത്യ എത്ര റാങ്ക്? 120 സംശയമാണ്. സോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അത് അടുത്തതിനാണോ അതിൻ്റെ അടുത്താണോ എന്ന് സംശയമുണ്ട് എന്തോ. അപ്പോൾ ഇനി അതാണ് ലക്ഷ്യം. അതായത് കുറേ ടീമിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഇതിപ്പോൾ 1 മാസം കളിച്ചല്ലോ, ഇതിപ്പോൾ ഇനി 2 മാസം കളിക്കണം. ഇപ്പോൾ ശരിക്കും ബ്രേക്ക് ഉണ്ട്. ഇനി ലീഗൊക്കെ തുടങ്ങുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലീഗ് ഫ്രണ്ട്ലീസൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി അങ്ങനെ വല്ലതായിരിക്കും. ഇവർ ഫുള്ള് 2 മാസം അങ്ങോട്ട് കളിക്കടേ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗെയിം ആയിരിക്കും. ഒരു ദിവസം തന്നെ ഇവിടെ ഒരു കളി അവിടെ ഒരു കളി, അങ്ങനെയായിരിക്കും ടൈറ്റ് ഷെഡ്യൂളായിട്ട്. പക്ഷെ ഇത് 64 പേര് തമ്മി കളിച്ച് അല്ലേ, സമയം എടുക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പ്ലാന്. അപ്പം നല്ല കാര്യം. വരട്ടെ. അതായത് ചെറിയ ചെറിയ ടീമിനെയൊക്കെ കളിപ്പിക്കുക. എനിക്കതാണ് ഇഷ്ടം. ചെറിയ ടീം വന്നിട്ട് വലിയ ടീമിനെയൊക്കെ തോൽപ്പിക്കട്ടെ. വലിയ ടീമിന് കുറേ അഹങ്കാരമുണ്ട്. ഈ ഫ്ലെക്സ് വെക്കണ കുറച്ച് കുറയട്ടെ. എന്ത് കണ്ടിട്ടാണ് ഈ ഫ്ലെക്സ് വയ്ക്കുന്നത്? ബ്രസീലിൻ്റെ ഫ്ലെക്സ് വയ്ക്കുന്നത് എന്തിന്? പണ്ട് കളിച്ചുകൊണ്ട് ആ കളി കണ്ടാണ് നിങ്ങൾ ഫ്ലെക്സ് വയ്ക്കുന്നത്. അപ്പം ശരി. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ അവസ്ഥ എന്താണ്? അത് നോക്കില്ലല്ലേ. നല്ല കാര്യം. ഫ്ലെക്സൊക്കെ വെക്കട്ടെ നാട്ടിൽ. പിന്നെ ഒരു സ്പെഷ്യൽ മെൻഷൻ പറയുന്നത് നമ്മുടെ പൂക്കി CMനാണ്. ഞെട്ടിച്ച് കളഞ്ഞു. ആദ്യം ഞാൻ കേട്ടപ്പോൾ വിചാരിച്ചു ഫേക്ക് ന്യൂസാണെന്ന്. തിങ്കളാഴ്ച സ്കൂളും കോളേജും ലീവ്, വേൾഡ് കപ്പ് കാരണം. എല്ലാവരും എക്സിലൊക്കെ എല്ലാവരും ഞെട്ടി. ഹിന്ദിക്കാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് എന്തൊക്കെയോ പറയണ്ടായിരുന്നു. അതൊരു കിഡിലൻ. ഇങ്ങനെയൊക്കെയാണ് ഈ PR ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പിള്ളേരുടെ ഇടയിലൊരു ഇയാൾ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരില്ലേ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇനി അടുത്ത തവണയൊക്കെ വേണമെങ്കിൽ പബ്ലിക് സ്റ്റേഡിയം ഒക്കെ ഓപ്പൺ ചെയ്ത് അതിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിഞ്ഞാൽ അതൊക്കെ ഒരു എന്താ പറയുക, ആൾക്കാരെയൊക്കെ ഒന്നിപ്പിക്കാൻ ഒരു സംഭവമല്ലേ ഈ സ്പോർട്സ് എന്നൊക്കെ പറയും. സോ ഇറ്റ് വാസ് നൈസ്. കഴിഞ്ഞു, അങ്ങനെ അവസാനിച്ചു. സ്പെയിൻ വോൺ ഇറ്റ്. സോ എൻ്റെ ടീമും ജയിച്ചു. ഇതൊക്കെ ഒരു യൂറോ കപ്പ്, വേൾഡ് കപ്പ്, ഇതൊക്കെ എന്ത്. സോ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. That's all review for the Football World Cup 2026. സോ ഇനി നമുക്ക് നോക്കാനുള്ള ന്യൂസാണ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഉണ്ട്. നമ്മുടെ ഹൗസ് ഓഫ് ദി ഡ്രാഗണിൽ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പറയാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ലെറ്റ്സ് ഗോ.
ഡൂംസ്ഡേൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. വ്യത്യാസമൊന്നുമില്ല. ഡിസംബർ 18 ഇറക്കും. സിനിമ ഇറക്കും എന്ന് പറഞ്ഞാൽ ഇറക്കും. ഡ്യൂണിൻ്റെ 3rd പാർട്ടും നമ്മുടെ ഡൂംസ്ഡേ ഒരേ ദിവസം ഇറക്കും. ഉള്ളതുപോലെ പറയണല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ടല്ലോ, സിനിമ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഹായ് നല്ല ക്യാരക്ടേഴ്സ് എന്ന് നമുക്ക് തോന്നിയോ, എല്ലാവർക്കും തോന്നിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഓക്കെ, ഇതിൽ ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആൾക്കാർ വക്കാണ്ടയിൽ പോയിട്ട്, അത് നമ്മൾ കണ്ടല്ലോ, ആ ടീസർ മുന്നേ ഇറങ്ങിയ ടീസറിൽ കണ്ടതാണ്. അപ്പോൾ അവർ വക്കാണ്ടയിൽ പോകുന്നുണ്ട്. ഈ തണ്ടർ ബോൾട്സിൻ്റെ മറ്റേ ഫസ്റ്റ് ഒരു അവഞ്ചേഴ്സിൻ്റെ പുതിയൊരു ഒരു സംഭവം കാണിക്കുന്നുണ്ടല്ലോ, അവഞ്ചേഴ്സിൻ്റെ ബിൽഡിങ്. അപ്പോൾ അതിൽ തണ്ടർ ബോൾട്സിൻ്റെ ആൾക്കാരാണ് അവരുള്ളത്. അപ്പോൾ തണ്ടർ ബോൾട്സിൻ്റെ ആഫ്റ്റർ ക്രെഡിറ്റ് സീനിലും ഇതാണ് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഷിപ്പ് പോലെ സാധനം വരുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൽ മെയിൻ ആൾക്കാർ. പിന്നെ എക്സ്മെൻ ആണ്, നമ്മളെ പണ്ടത്തെ ആൾക്കാരുടെ മാഗ്നിറ്റോനെയും സേവിയറിനെ കൊണ്ടുവന്നിട്ടുണ്ട്, വീൽ ചെയറിലുള്ള ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ എന്തോ ഒരു ഇതല്ലേ നിങ്ങൾ മറ്റേ എൻ ഗെയിമിലും ചെയ്തത്. സ്റ്റീവ് റോജേഴ്സ് വരുന്നു, മറ്റേ തോറിൻ്റെ കയ്യിൽ നിന്ന് ഹാമർ മേടിക്കുന്നു, ഒരു മാറ്റമില്ലേ? തന്നെയല്ലേ അതിലും ചെയ്തത് വ്യത്യസ്തമായിട്ട്. എനിക്ക് തോന്നുന്നതിനാ തോറിന് എന്തെങ്കിലും സംഭവിക്കും. തോർ വിൽ ബി ഡെഡ്. കാരണം തോറാണ് ഇതിനെയൊക്കെ നയിക്കുന്നത്. അങ്ങനെ കുറേ തോറിൻ്റെ ഒരു സ്പീച്ചൊക്കെ ഉണ്ട്. തോറാണ് ഇതിനെയൊക്കെ എന്തോ ചെയ്യാൻ കൊണ്ടുപോകുന്നത്. തോറും ഡോക്ടർ ഡൂമായിട്ടുള്ളൊരു ഫൈറ്റ് ഒരു സംഭവമുണ്ട്. മിക്കവാറും ഡൂംസ്ഡേ എന്നാണല്ലോ സിനിമേൻ്റെ പേര്. അപ്പോൾ ഡൂം ജയിക്കുമായിരിക്കും ഈ സിനിമയിൽ, നമ്മുടെ ഇൻഫിനിറ്റി വാറിൽ കണ്ട പോലെ. പിന്നെ എൻ ഗെയിം പോലെ നമ്മൾ സീക്രട്ട് വാർസ് അടുത്ത കൊല്ലം വരുന്നുണ്ട്. 2027 അടുത്ത കൊല്ലമല്ല, 2027 ഡിസംബറിൽ എന്തോ ആണ് എൻ്റെ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ആണെങ്കിൽ ഈ കൊല്ലം ഇറക്കിയിട്ട് അടുത്ത കൊല്ലം ഇറങ്ങുമോ അറിയില്ല. ഇറങ്ങട്ടെ, നല്ല കാര്യം. അപ്പം അങ്ങനെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? സീക്രട്ട് വാർസിൽ ഇറ്റ് വിൽ ബി എ ടോട്ടൽ ഒരു മെർജായിരിക്കും. 616 കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഫാന്റാസ്റ്റിക് ഫോറിന് വേറെ യൂണിവേഴ്സാണ് കേട്ടോ. ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സ് വേറെ തന്നെ ഒരു റെട്രോ യൂണിവേഴ്സാണ്. അതിൻ്റെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു റെട്രോ സ്റ്റൈലിലുള്ള യൂണിവേഴ്സാണ് ഫാന്റാസ്റ്റിക് ഫോറിലെ യൂണിവേഴ്സ്. അപ്പോൾ ആ യൂണിവേഴ്സും ഈ യൂണിവേഴ്സും 616ഉം ടോബി മെഗ്വയറുള്ള സ്പൈഡർമാനുള്ള യൂണിവേഴ്സും ടോം ഹോളൻ്റെ യൂണിവേഴ്സും എല്ലാ യൂണിവേഴ്സും അടിച്ച് പിരിഞ്ഞ് മറ്റൊരു കൊളാപ്സ് ആയിരിക്കും മിക്കവാറും സീക്രട്ട് വാർസിൽ സംഭവിക്കുന്നത്. അത് സീക്രട്ട് വാർ യുദ്ധം അതാണല്ലോ മൊത്തത്തിൽ. ഇവിടെ മെയിൻലി എല്ലാവരും ഇൻട്രൊഡക്ഷനും ഇപ്പം എന്തൊക്കെയാണ് ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഡൂം വന്നിട്ട് ചിലപ്പോൾ ഒരു റിവീലിംഗ് ഉണ്ടാവും. ഇത് അയൺമാൻ അല്ലേ എന്നിട്ട് അങ്ങനെ വല്ല റിവീലിംഗ് എങ്ങനെയായിരിക്കും? ഇയാളൊക്കെ അയൺമാനെ പോലെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമായിരിക്കും മിക്കവാറും. പക്ഷേ എന്തോ ഒരു ഫെറ്റീഗ് കൊണ്ടാണോ എന്നും അറിയില്ല. എനിക്ക് തണ്ടർ ബോൾട്സൊക്കെ ഭയങ്കര ഇഷ്ടമായ സിനിമ. ഞാൻ ഈ ചാനൽ തന്നെ ഏതൊക്കെയോ റിവ്യൂലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ ഫെറ്റീഗ് കാര്യങ്ങളൊന്നുമില്ല. ഈ ടീസറൊക്കെ കണ്ടപ്പോൾ ടീസർ എന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ സംഭവം കൊള്ളാം, എപ്പോഴുള്ള പരിപാടി എന്ന് മാത്രം തോന്നിയുള്ളൂ. പുതുമയായിട്ട് എന്താ ഉള്ളത്? എക്സ്മെനും അവഞ്ചേഴ്സൊക്കെ കൂടി ഒരുമിച്ച് ഗാംബിറ്റ് ഉണ്ട്. ഗാംബിറ്റും ഷാങ്ചിയും തമ്മിലൊരു ഫൈറ്റ് എന്ന സംഭവം ഇപ്പോൾ ഒന്നും അറിയില്ല. എനിക്കിപ്പോൾ ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ, ഈ ഒരുപാട് ക്യാരക്ടേഴ്സുള്ള സിനിമകളുണ്ടല്ലോ. ഇത് ആ എൻ ഗെയിമും മറ്റേതൊക്കെ, ഇപ്പോൾ എൻ ഗെയിമിൽ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും വരുന്നത് ലാസ്റ്റാണ്. ആ ഒരു അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുമ്പോഴാണല്ലോ വരുന്നത്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മര്യാദയ്ക്ക് ആർക്കും ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനും സമയമില്ല, ഡയലോഗിനും സമയമില്ല.
മനസ്സിലായത്? ഒരു കറക്റ്റ് ഒരു പ്രപ്പോർഷനിൽ കൊണ്ടുപോകണം. ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി കഴിഞ്ഞാൽ അത് മൊത്തം പിന്നെ ഈ ക്യാരക്ടറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കും, പിന്നെ ഇവൻ്റെ ഇമ്പോർട്ടൻസ് എടുത്ത് അവന് കൊടുക്കും, ഇവന് അങ്ങനെ മൊത്തത്തിൽ അത് ബാലൻസിങ് ആയിട്ട് അത് അങ്ങോട്ട് ജങ്കാ സാധനം പിടിപിടിപ്പിടുന്ന് പൊട്ടി. ബിൽഡിംഗ് ആണെങ്കിൽ പൊട്ടിത്താവിട്ട് 9/11 ആണെങ്കിൽ പൊട്ടിത്താവിട് പൊടിയാവും. സംഭവം മനസ്സിലായോ പറഞ്ഞ്? അത്രേ ഉള്ളൂ. എന്തോ എനിക്ക് അങ്ങനെ ഒരു ബാഡ് ഫീലിംഗ് അടിച്ചു. മാർവൽ ഫാൻസ് ആയിരുന്നു എന്നെ തെറിവിളിച്ചിട്ട് കാര്യമില്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യും. ഇത് മറ്റേ സ്റ്റീവ് റോജേഴ്സ് മറ്റേതോ എനിക്ക് ഇത് കണ്ടല്ലോ നമ്മൾ. ഇത് വേറെ ഡു സംതിങ് അതർ ദാൻ ദാറ്റ്. മിക്കവാറും ഈ സീക്രട്ട് വാർസും കൂടി കഴിയുമ്പോഴേക്കും കുറേ ആൾക്കാരിനെയൊക്കെ ഇവർ കൊല്ലും. തോർ മിക്കവാറും മരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അത് ഇതിൽ മരിച്ചില്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരിക്കും, അകത്തിൽ മരിക്കുമായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ അവഞ്ചേഴ്സ് ഡൂംസ്ഡേൻ്റെ ട്രെയിലറിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത കാര്യം, ഹൗസ് ഓഫ് ദി ഡ്രാഗൻ്റെ കാര്യം. ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ഫക്ക് യു ടു ജോർജ് R.R. മാർട്ടിൻ. നിങ്ങൾ ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതായത് റയൻ എന്ന് പറഞ്ഞിട്ടുള്ള റയനും ജോർജ് R.R. മാർട്ടിൻ 2 ആൾക്കാരാണ് ഈ ഷോ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ. ഹൗസ് ഓഫ് ദി ഡ്രാഗൺ ഡെവലപ്പ് ചെയ്ത് എടുത്ത് ഉണ്ടാക്കിയ ആൾക്കാരാണ് 2 പേരും. ഈ 2 പേരും നല്ല ബന്ധത്തിലായിരുന്നു സീസൺ 1 വരെ. സീസൺ 1 പറയുന്നത് 95% സോഴ്സ് മെറ്റീരിയൽ അങ്ങനെ എടുത്തതാണ്. ഓക്കെ, സെക്കൻഡ് സീസൺ ആകുമ്പോഴേക്കും ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒരു 60% ആണ് ഈ ബുക്കുമായിട്ട് സിമിലാരിറ്റി. തേർഡ് സീസൺ എത്തുമ്പോഴേക്കും ഫക്ക് യു റയൻ ജോർജ് R.R. മാർട്ടിൻ എടുത്ത് പറയുന്നത്. കാരണം ജോർജ് R.R. മാർട്ടിൻ ഒരു വലിയൊരു പോസ്റ്റൊക്കെ ഇട്ടു, ഇവന്മാർക്ക് എന്തെങ്കിലും അറിയോ, ഞാൻ എഴുതിയ ബുക്ക് അതിൻ്റെ റൈറ്റ്സ് ഇവന്മാരുടെ കയ്യിലുണ്ട് എന്നുകൊണ്ട് ഇവന്മാർ തോന്നിയ പോലെ കിടക്കുകയാണ്, ഞാൻ ഈ ഒരു സീരീസ് ആയിട്ട് ഒരു ബന്ധമില്ല, ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. അതിൻ്റെ കലിപ്പിലാണോ ഈ റയൻ കോണ്ടൺ എന്ന് പറഞ്ഞ ഒരാളാണ് ചങ്ങായി, ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇയാൾ ബുക്കിലുള്ള ഒരു സാധനമില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഈ 5th എപ്പിസോഡ് കഴിഞ്ഞല്ലോ, 8 എപ്പിസോഡ് മൊത്തമുള്ളൂ, 5th കഴിഞ്ഞു. ഫസ്റ്റ് കാര്യം ഗോൾഡ് ക്ലോക്സിനെ മറ്റേ ഫീസ്റ്റ് ഫോർ ദ ട്രൈറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനൊരു സംഭവമേ ഇല്ല. ഓക്കെ, പിന്നെ മെയിൻ സംഭവം ഓർമണ്ട് ഹൈറ്റവർ ഉണ്ടല്ലോ. ഓർമണ്ട് ഹൈറ്റവറും ഇപ്പം എന്താ ചെയ്യുന്നത്, ഈ ഡെയറൻ ടാർഗേരിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെക്കനെ രാജാവാക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആളില്ലേ, അങ്ങനെ ഒരു സ്റ്റോറി ലൈനേ ഇല്ല. ഓർമണ്ട് ഹൈറ്റവറും ഡെയറൻ ടാർഗേരിയനും ഏഗോണില്ലേ, ഇപ്പോഴത്തെ മറ്റേ കരിഞ്ഞു പോയ ചങ്ങയല്ലേ, അവൻ്റെ വൻ സപ്പോർട്ടറാണ്. അവനെതിരെ ഇവർ ഒന്നും ചെയ്യില്ല, കാരണം അവർ ഭയങ്കര കട്ട ഫ്രണ്ട്സാണ്. ഇതിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് ഡെയറന് രാജാവണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റോറിയില്ലേ. സോ ഇറ്റ് ചേഞ്ചസ് എവറിത്തിങ്, മനസ്സിലാകുന്നുണ്ട്, എല്ലാം ചേഞ്ച് ചെയ്യും. പിന്നെ ഹെലീന ഈസ് പ്രഗ്നൻറ്റ്. ഹെലീന അങ്ങനെ ഒരു പ്രഗ്നൻസി ഇല്ല. ഹെലീനയൊക്കെ ആക്ച്വലി മറ്റേ ബ്ലഡ് ആൻഡ് ചീസിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, കുട്ടീനെ കൊല്ലണം, മുന്നിൽ വെച്ചിട്ട് കുട്ടീനെ കൊല്ലുന്ന സംഭവം കഴിഞ്ഞപ്പോൾ തൊട്ട് ഫീൽഡിനെ ഇല്ലാത്ത ആളാണ് ഹെലീന. ലൈക്ക് മൈൻഡ് ഔട്ട് ആവും. ഇപ്പോൾ ഹെലീന ഈസ് ലൈക്ക് നോർമൽ, ഷീ ഈസ് ഹാവിങ് എ ബേബി. അത് അങ്ങനെ സാരമില്ല. ആക്ച്വലി മെയ്ലോം എന്ന് പറഞ്ഞിട്ട് 3 കുട്ടികളാണ് ഉണ്ടാവുക. അതിൽ ഒരു കുട്ടീനെ കൊന്നു, വേറെ ജഹേറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടിയുണ്ട് ഇപ്പോൾ. പിന്നെ 3ാമത്തെ കുട്ടി ഓൾറെഡി ഉണ്ട്, ആ സെക്കൻഡ് സീസണിൽ തന്നെ ബുക്കിലുണ്ട്. അപ്പം അന്ന് ഇവർ ആ കുട്ടീനെ ഒഴിവാക്കിയിട്ട് ഇപ്പം കുട്ടീനെ ജനിപ്പിക്കുക, അങ്ങനെ എന്തൊക്കെയാണ്. ആക്ച്വലി ദേ ആർ അൺഡൂയിങ് വാട്ട് ദേ ആർ ഡൺ, അങ്ങനെ എന്തൊരു സംഭവം. സോ ഇങ്ങനെ ഈ ബുക്കിലില്ലാത്തതും ഇപ്പോൾ ഉള്ളതും നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോഡ് മാറ്റമുണ്ട്. പിന്നെ ബെയിലൻ്റെ സ്റ്റോറിയിലാണ്, അതായത്
ഡെയ്മൻ റനീറിൻ്റെ അടുത്ത് നുണ പറയാണ്. അതായത് ജസീറസിനെ കൊന്നത് വേറൊരുത്തരാണ് കൊണ്ട് അവനെ തലയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവം ഇല്ല. അപ്പം എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഒരു ലോഡ് മാറ്റങ്ങളാണ്. ഇറ്റ് ഫീൽസ് ലൈക്ക് എ ബിഗ് ഫക്ക് യു. ഓഹോ, നീ ഞങ്ങളെ കുറിച്ച് പോസ്റ്റ് ഇടില്ലടാ, കാണിച്ചേടാ, നിന്റെ ക്യാരക്ടേഴ്സ് വെച്ച് ഞങ്ങൾ പുതിയൊരു സീരീസ് ഉണ്ടാക്കുക എന്ന് അങ്ങനെ പറയുന്ന പോലെ ഉണ്ട് ആക്ച്വലി. ഇനിയിപ്പോൾ എന്തൊക്കെ മാറ്റം. അതുകൊണ്ട് എന്താണ്, ഇപ്പം ഞാൻ കുറേ ബുക്കിൻ്റെ സാധനങ്ങളൊക്കെ എക്സ്പ്ലനേഷനാണ് കേട്ടിട്ടുള്ളത്, ബുക്കിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടിട്ടുണ്ട്. സോ ഇപ്പം എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അവർ വരുത്തുക, എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഒരു അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ അത് പിന്നെ വിഷ്വലായിട്ട് കാണുമ്പോൾ രസമുണ്ടെങ്കിലും ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവില്ല. ഇപ്പം അതുണ്ട്. പിന്നെ ഈ സ്റ്റോറി ലൈൻ ആക്ച്വലി ഇറ്റ്സ് വെരി ഡീസൻ്റ് എന്നല്ല, ഇറ്റ്സ് ഗുഡ്. അതായത് വലിയ മോശം സ്റ്റോറി ലൈനൊന്നുമല്ല, നൈസായിട്ടുണ്ട്. ഡെയ്മനും റനീറയും തമ്മിൽ ഒരു പ്രശ്നമില്ലാത്ത അവർ തമ്മിൽ ഇതിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോവുകയാണ്. കാരണം ബെയിലേൻ്റെ കാര്യം നോണ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു സബ് പ്ലോട്ട് ഇവർ ആഡ് ചെയ്തിരിക്കുക. ഒരു നെറ്റിൽസ് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഈ ഷീപ്പ് സ്റ്റീലറിനെ റൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ ഒരു ക്യാരക്ടറിനെ ഒഴിവാക്കി. ദേ ആർ ചേഞ്ചിങ് എവറിത്തിങ് ടു സോഴ്സ് മെറ്റീരിയൽ. പണ്ട് ഇതുപോലെ സോഴ്സ് മെറ്റീരിയൽ നിന്ന് പോയിട്ടാണ് സീസൺ 8 കിട്ടിയത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ആക്ച്വലി ഇറ്റ്സ് ബിക്കമിങ് മോർ ഗുഡ്, അല്ലെങ്കിൽ മോർ ഇൻട്രസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സോഴ്സ് മെറ്റീരിയൽ നല്ല അല്ലാന്നല്ല, ഇങ്ങനെയും കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഗുഡ്. ആ മറ്റേ 5ാമത്തെ എപ്പിസോഡ് ലാസ്റ്റ് എന്താണ് ഫീസ്റ്റ് ഫോർ ദ ട്രൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീനൊക്കെ ഏതാ സീൻ, ടെറർ സീൻ. എന്തത് അതൊക്കെ ചെയ്യുന്ന ഓർമുണ്ടാണ്. ഓർമുണ്ട് അങ്ങനത്തെ കാര്യമേ ചെയ്യുന്നില്ല. ഓർമുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏഗോണ്ട് സപ്പോർട്ടറായിട്ടുള്ള ആളാണ്. അയാളെന്ത് ചെയ്യുന്നു, അതാണ് ഒരു മെയിൻ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ഈസ് ഗോയിങ് ത്രൂ സംതിങ് നോ വൺ ക്യാൻ പ്രെഡിക്റ്റ് നൗ. ഒരു രക്ഷയില്ല. സോ ഇൻട്രസ്റ്റിംഗ്. ദാറ്റ്സ് ഇറ്റ്. ഇതേ പറയാനുള്ളൂ. നമുക്ക് ഫുൾ ഇറങ്ങട്ടെ. നമുക്ക് ഫുൾ ഇറങ്ങിയിട്ടൊരു ഫുൾ ഷോ, നമുക്ക് ഫുള്ളൊരു എക്സ്പ്ലനേഷനും എൻ്റെ എന്തൊക്കെ മാറ്റങ്ങൾ ഒരു ബുക്കിൽ വരുത്തിയെന്നും, ഇസ് ഇറ്റ് ഗുഡ് ഓർ ഇസ് ഇറ്റ് ബാഡ്, എങ്ങനെ അതൊക്കെ ഇവർ. കാരണം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു സംഭവം മാറ്റിക്കഴിഞ്ഞപ്പോൾ ഓർമുണ്ടിന് ഒരു രാജാവ് ചെക്കനാക്കണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. ദാറ്റ് ചേഞ്ചസ് എവറിത്തിങ്. കാരണം ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതെല്ലാം മാറും. അതെങ്ങനെ ഇവരെത്തിക്കും, അല്ലെങ്കിൽ ഇവർ ഈ ബുക്കിലുള്ള എൻഡിങ് അല്ല ഇവർ നോക്കുന്നത്. ഇനിയിപ്പോൾ വരാമെന്നുള്ളത് ബാറ്റിൽ ഓഫ് മറ്റേ സാധനമാണ്, എന്താണ് ദ ടംബിൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ബാറ്റിലാണ്. അതും വളരെ ഇമ്പോർട്ടൻറ്റ് ബാറ്റിലാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഹ്യൂ ദ ഹാമറും മറ്റേ ഉൾഫ് ഫൈറ്റും ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ തമ്മിൽ ഒരു സംഭവമൊക്കെ സംഭവിക്കും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പ്രശ്നവും ഇവർ തമ്മിലില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിക്കും അതും അറിയില്ല. അപ്പോൾ ഇവരിത് ഫോളോ ചെയ്യുന്നില്ലേ, അത് വേറെ ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ ബുക്കിലൊരു എൻഡിങ് ഉണ്ടാവുമല്ലോ, ആ എൻഡിങ്ങിലേക്ക് ഇത് എത്തില്ല. ഇതിപ്പോൾ ഇങ്ങനെ കൺവേഴ്സ് ചെയ്ത് പോകും. മറ്റേ ഇങ്ങനെ പോകുന്നില്ല, ഇവരിപ്പോൾ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ എത്തിക്കാനുള്ള സ്റ്റോറി ലൈൻ അല്ല ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ എൻഡിങ് തന്നെ ഇവർ മാറ്റുമോ, അതാണ് എനിക്ക് അറിയേണ്ടത്. അത് മാത്രമേ വിചാരിച്ചാൽ മതി. സോ വെയിറ്റിംഗ് ഫോർ ബാറ്റിൽ ഓഫ് ടംബിൾട്ടൺ. മിക്കവാറും 7th അല്ലെങ്കിൽ 8th എപ്പിസോഡിലായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ. ഇനി നമുക്ക് മൂവീസ് ആൻഡ് സീരീസ്, അപ്കമിങ് മൂവീസ് ആൻഡ് കറൻ്റ്ലി റണ്ണിങ് സീരീസ് എല്ലാം നോക്കാം. ലെറ്റ്സ് ഗോ ടു മൂവീസ് ആൻഡ് സീരീസ് ഓഫ് ദ വീക്ക്. ആദ്യത്തെ മെയിൻ റിലീസ് വിജയണ്ണൻ്റെ
CM വിജയണ്ണൻ്റെ ജനനായകൻ ഇറങ്ങുന്നുണ്ട് 23-ാം തീയതി. 23 ഏത് ഡേറ്റ്? ചൊവ്വാഴ്ച 21. അപ്പോൾ 23 പറയുമ്പോൾ വ്യാഴാഴ്ച ഇറങ്ങുന്നുണ്ട്. പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഒന്നുമില്ല. മലയാളത്തിൽ വരവോ എന്തുകൊണ്ട് അതിനെല്ലാവരും ഊക്കുന്നുണ്ട്. പിന്നെ അടുത്തത് 30 ജൂലൈന് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെ ഇറങ്ങുന്നുണ്ട്. എൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പണാണ്. ഞാൻ എപ്പിക്കിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. എപ്പിക്കിൽ കാണാമെന്ന് വിചാരിച്ചു. ഐമാക്സ് റിലീസ് ഇല്ല. അപ്പോൾ ഐമാക്സ് ഒന്നും ഇനി വേറെ ആർക്കും കൊടുക്കില്ല. അത് ഒഡീസി തന്നെ. 2 മാസം അത് ഓടും, എന്തായാലും അത് ഓടും. ഡിജിറ്റൽ റിലീസ് കുറേ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ റിലീസിൽ നമ്മുടെ ഫ്യൂരിയസ് എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഒരു ആക്ഷൻ മൂവി ഉണ്ട്, അത് വന്നിട്ടുണ്ട്. മാൻഡലോറിയൻ ആൻഡ് ഗ്രോഗു എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൊല്ലം ഇറങ്ങിയ ഒരു ഫ്ലോപ്പായ സിനിമയുണ്ട്, ഡിസ്നിൻ്റെ സ്റ്റാർ വാർസിൻ്റെ, അത് ഇറങ്ങിയിട്ടുണ്ട്. സ്കേരി മൂവി 6 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ OTT അല്ലാണ്ട് ഡിജിറ്റൽ റിലീസിൽ കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഗോ വാച്ച് ഇറ്റ്. ഓക്കെ, എല്ലാം നൈസ് മൂവീസാണ് തോന്നുന്നു. ഞാൻ മാൻഡലോറിയൻ കണ്ടിട്ടില്ല, ഫ്യൂരിയസ് കണ്ടു, കിട്ടില്ല സിനിമ. പിന്നെ അതേപോലെ ഇറങ്ങിയതാണ് ഡിസ്ക്ലോഷർ ഡേ ഇറങ്ങിയിട്ടുണ്ട്. ഡിജിറ്റൽ റിലീസ് പ്രൈമിൻ്റെ റെൻ്റാണ്. അപ്പോൾ മറ്റേ ഡിജിറ്റൽ റിലീസ് ഇറങ്ങുമല്ലോ. അപ്പോൾ ഡിസ്ക്ലോഷർ ഡേ കാണാം. ജസ്റ്റ് നൈസ് മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഏലിയൻസ് സംഭവം ഇഷ്ടമായതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് ഇറങ്ങുന്നുണ്ട്. അത് 22 ജൂലൈ 22 നമ്മുടെ ആമസോൺ പ്രൈമിൽ OTT ഇറങ്ങുന്നുണ്ട് കേട്ടോ. അത് എന്തായാലും കാരണം പണ്ടത്തെ ഹീമാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യു ഷുഡ് വാച്ച് ഇറ്റ്. 24 പള്ളിച്ചട്ടമ്പ് ഇറങ്ങുന്നത് മലയാള സിനിമ, സോണി ലിവിലാണ് അത് ഇറങ്ങുന്നത്. പിന്നെ സീരീസ് ആയിട്ട് വേറെ ഒന്നുമില്ല. സൈലോ കാണുന്നുണ്ട്. 3ാമത്തെ സീസൺ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ തന്നെ ഒരു സീരീസായി മാറിയിട്ടുണ്ട്. പണ്ട് സൈലോയുടെ ഉള്ളിൽ തന്നെയായിരുന്നു, ഇപ്പോൾ പുറത്തൊക്കെ ഉള്ള അങ്ങനെ പുറമേ അകത്ത് എന്നുള്ള മാറിയൊക്കെ കാണിക്കുന്നുണ്ട്. ദാറ്റ് വാസ് ഓൾസോ വെരി നൈസ്. 3ാമത്തെ എപ്പിസോഡ് എന്തോ ഇറങ്ങി. സോ ഇനിയിപ്പോൾ വേറെ കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത ആഴ്ച ജനനായകൻ കണ്ടിട്ട് വരാം. ജനനായകൻ മറ്റേ അതിൻ്റെ കോപ്പിയല്ലേ, എന്താണ് കേസരി, അതിൻ്റെ കോപ്പിയല്ലേ. കേസരി ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, സീനായിട്ട് കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ കേസരി ആദ്യം കാണേണ്ടി വരുമോ എന്നറിയില്ല. കണ്ടിട്ട് വരാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സീ യു നെക്സ്റ്റ് വീക്ക്.